ഹല്ലേലൂയ ഹല്ലേലൂയ. പകൽ ദൈവസന്നിധിയിലേക്ക്, ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് ചിലരെ ആകർഷിക്കപ്പെടേണ്ടുന്നതിന്, കർത്താവ് ചേർക്കപ്പെടേണ്ടുന്നതിന്, കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തേക്ക് ചെന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അതിനെ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകൽ ദൈവീക വിടുതലുകൾ ഈ ഹാളിന്റെ അകത്ത് നടക്കേണ്ടുന്നതിന് രോഗങ്ങളെ ദൈവം മാറ്റണം. എല്ലാ ഭൂതത്തിന്റെ അന്ധകാരങ്ങളെ ദൈവം അമർച്ച ചെയ്യണോ. എല്ലാ ശാപത്തെയും കർത്താവ് നീക്കം ചെയ്യണോ. ദൈവീക പ്രവൃത്തി ഹാളിന്റെ അകത്ത് നടത്തി കർത്താവ് ചെയ്തെടുക്കേണ്ടതിന് അതിരങ്ങളെ തുറന്ന് സ്തോത്രം ചെയ്യുവാൻ കഴിയുന്നവർ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Mighty Father, we thank you, Jesus, in the name of Jesus, in the name of Jesus, in the name of Jesus. Hallelujah, hallelujah, hallelujah. സർവശക്തിയുള്ള ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു 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 വാഴ്ത്തുന്നു. കർത്താവിനെ ഞങ്ങൾ ഉയർത്തുന്നു ഉയർത്തുന്നു ഉയർത്തുന്നു. ഇന്ന് പകൽ കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുന്നു ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വം കർത്താവിന്റെ മഹത്വം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആരാധന നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകേണ്ടുന്നതിനും ദൈവത്തിന്റെ പ്രവൃത്തി ഓരോ കുടുംബത്തിലും സഭയിലും കർത്താവ് ചെയ്യേണ്ടുന്നതിനും വിശുദ്ധന്മാർ കൂടിയിരുന്ന് ആരാധിക്കുന്നതിന്റെ മധ്യത്തിൽ ദൈവീക പ്രവൃത്തികൾ കർത്താവ് ചെയ്തെടുക്കുവാൻ ഹല്ലേലൂയ. ഇന്ന് പകൽ തക്ക സമയത്ത് അനേകരെ കർത്താവ് കൂട്ടിവരുത്തേണ്ടുന്നതുണ്ട്. അവർ അപകടങ്ങൾ കൂടാതെ അനർത്ഥങ്ങൾ കൂടാതെ ആലയത്തിൽ കടന്നു വരേണ്ടുന്നതിന് എല്ലാവർക്കും പ്രാർത്ഥിക്കാവുന്നതാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, തിരുപാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു സ്വർഗത്തിലെ ദൈവം വലിയ പ്രവൃത്തികളെ അങ്ങ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അതരങ്ങളെ ഹൃദയങ്ങളെ അതിനുവേണ്ടി ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പിശാചിന്റെ തന്ത്രങ്ങളെയും കർത്താവെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവിക പ്രവൃത്തി ഞങ്ങളുടെ കർത്താവ് ഇടയിൽ നടകൊള്ളേണ്ടുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ. ഇത് കർത്താവ് നിർമ്മിച്ച ദിവസമാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഓരോ ദിവസവും നമ്മൾ കർത്താവിന്റെ അടുത്ത് പറയുന്നത് താങ്ക് യു ജീസസ്, നന്ദി നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഇന്ന് പകൽ പറയുവാൻ കഴിയണം കർത്താവ് നമ്മളെ നിലനിർത്തിയത് ഓർത്ത്. പ്രൈസ് അല്ലാഹ്. അനേകരും പട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ പോർക്കളമേറ്റിൽ കർത്താവ് നമ്മളെ നിലനിർത്തിയതാണ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അപകടങ്ങൾ പിടിച്ച വാഹന യാത്രകളിൽ കൂടെ ഒക്കെ കടന്നു പോയിട്ട് എന്നിട്ടും അപകടത്തിൽ പെടുത്താതെ വണ്ണം കർത്താവ് നമ്മളെ കാത്തു പരിപാലിക്കുകയായിരുന്നു. ഇന്ന് പകൽ ആ കർത്താവിനെ നമ്മൾ ഉയർത്താൻ പോവുകയാണ്. ആ കർത്താവിനെ നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമ്മളെ നടത്തുന്ന ആ കർത്താവിന്റെ ഒരു കരമുണ്ട്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? കർത്താവിന്റെ കരം നമുക്ക് വേണ്ടി വെളിപ്പെട്ടിരിക്കുന്നു. പ്രൈസ് അല്ലാഹ്. ഹല്ലേലൂയ. അവന്റെ ശബ്ദം കേൾക്കുവാൻ നമ്മൾ ഒത്തിരി കാതോർത്തിരിക്കുന്നുണ്ട്. ഇന്ന് പകൽ അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നവരെ കർത്താവ് നിറയ്ക്കുവാൻ ഇടയായി തീരും. പൊന്നുകരം ഒരു നാളും കുറുകാത്ത കരമാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് ചോർന്ന ഈ വരികളെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. ഒരു സങ്കേതമുണ്ട്, ഓരോ നാളിലും വാതിലടയുകില്ല. എനിക്ക് ആശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്, ഓരോ നാളിലും വാതിലടയുകില്ല. തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്, ചൂട് നൽകും യേശുവിൻ മാർവ്. തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്, ചൂട് നൽകും യേശുവിൻ മാർവ്. ഹല്ലേ
ഒരു സങ്കേതമുണ്ട്, ഒരു നാളിലും വാതിലടയുകില്ല. ആശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്, ഒരു നാളിലും വാതിലടയുകില്ല. ഒരു മാർവിടമുണ്ട്, ചൂട് നൽകും യേശുവിൻ പാർവ. എൻ തല ചായി
കർത്താവിനെ വാഴ്ത്തുന്നു, എത്ര പേർ കർത്താവിനെ സ്തുതിക്കുന്നു, എത്ര പേർ കർത്താവിന് ആരാധന കൊടുക്കുന്നു. അപകടങ്ങൾ വരാഞ്ഞിട്ടല്ല, പ്രശ്നങ്ങൾ വരാഞ്ഞിട്ടല്ല, അവിടെ ഒക്കെ കർത്താവിന്റെ കരം നമുക്ക് അനുകൂലമായി വെളിപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഇത് ജഗത്തിരിക്കുന്നത്. മഴയുടെ കെടുതികൾ, അപകട മരണങ്ങൾ, അനർത്ഥങ്ങൾ, ദുഷ്ടൻ കീറിക്കളയുമെന്ന് പറഞ്ഞപ്പോഴും ദൈവം കാത്തതോർത്ത് ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നവരുടെ മേൽ പുകഴ്ചയ്ക്ക് യോഗ്യനാകുന്ന ആശ്രയനാകുന്ന യേശുവിന് സകല മഹത്വവും എടുത്താട്ടെ. സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നു. എത്ര പേർ കർത്താവിനെ എടുത്തേക്ക് കർത്താവേ, എന്റെ വിഷയം ഇന്നതാണ്, എനിക്കൊരു പരിഹാരമാക്കി നൽകണമേ. ണ്ട് പറയുവാൻ കഴിയുമ്പോ ചിലതൊക്കെ ഞാൻ ആത്മാവിൽ പ്രാപിച്ചെടുക്കുന്ന പകലാണ് ഇന്നത്തെ പകൽ. ദുഷ്ടൻ നൽകുകയില്ല എന്ന് പറയുന്നതിന്റെ നടുവിൽ ആത്മാവ് എനിക്ക് വെച്ചിരിക്കുന്ന ഓട്ടം ഞാൻ സ്ഥിരതയോടെ ഓടുവാൻ തുടങ്ങുകയാണ്. പ്രതികൂലങ്ങൾ എന്നെ മുക്കിക്കളയുമെന്ന് പറഞ്ഞപ്പോഴും, പ്രയാസങ്ങൾ എന്നെ വീഴ്ത്തിക്കളയുമെന്ന് പറഞ്ഞപ്പോഴും അവിടെയൊക്കെ നിർത്തിയ ഒരു കർത്താവിന്റെ കരമുണ്ട്, ഒരു ദൈവിക തേജസ്സുണ്ട്. അത് ഇതിന്റെ നടുവിൽ പ്രകാശിക്കാൻ പോവുകയാണ്. എത്ര പേർ കർത്താവിനെ ആരാധിക്കുന്നു, എത്ര പേർ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു? കരങ്ങളെ അടിച്ച് ഇന്ന് പകൽ കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. പോകട്ടെ. ആത്മഘോഷം കൊണ്ട്
ഉള്ളിലാകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുമ്പോൾ അന്ധകാരം മാറുന്നു ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ മായയായ ലോകത്തിൽ ഞാൻ ചേർന്നു നിൽക്കാതെ മായയായ ലോകത്തിൽ ഞാൻ ചേർന്നു നിൽക്കാതെ എന്റെ രക്ഷകനാമേശുവിൽ ഞാൻ ആശ്രയിച്ചിടും എന്റെ രക്ഷകനാമേശുവിൽ ഞാൻ ആശ്രയിച്ചിടും മായയായ ലോകത്തിൽ ഞാൻ ചേർന്നു നിൽക്കാതെ മായയായ ലോകത്തിൽ ഞാൻ ചേർന്നു നിൽക്കാതെ എന്റെ രക്ഷകനാമേശുവിൽ ഞാൻ ആശ്രയിച്ചിടും എന്റെ രക്ഷകനാമേശുവിൽ ഞാൻ ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ പ്രകാശിക്ക വേണം ഓ പ്രകാശിക്ക വേണം വെളിച്ചമായി പാപത്തിന്റെ എല്ലാ അന്ധകാരവും പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ ദൈവത്തിന്റെ ഓ പ്രകാശിക്ക വേണം പ്രകാശിക്ക വേണം പാപത്തിന്റെ എല്ലാ അന്ധകാരവും പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ പാപത്തിന്റെ എല്ലാ അന്ധകാരവും പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മമാരെ കൊണ്ടു നിറയ്ക്കണമേ ആത്മമാരെ കൊണ്ടു വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോ ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ മായയായ ലോകത്തിൽ ഞാൻ ചേർന്നു നിൽക്കാതെ എന്റെ രക്ഷകനാമേശുവിൽ ഞാൻ ആശ്രയിച്ചിടും എന്റെ രക്ഷകനാമേശുവിൽ ഞാൻ ആശ്രയിച്ചിടും വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ മായയായ ലോകത്തിൽ ഞാൻ ചേർന്നു നിൽക്കാതെ മായയായ ലോകത്തിൽ ഞാൻ ചേർന്നു നിൽക്കാതെ എന്റെ രക്ഷകനാമേശുവിൽ ഞാൻ ആശ്രയിച്ചിടും വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മശക്തിയാലിന്നു നടത്തണമേ ആത്മശക്തിയാലിന്നു നടത്തണമേ പോലുള്ള എല്ലാ ഉള്ള നിറയും പോലുള്ള എല്ലാ ഉള്ള നിറയും ഒരുക്കണമേ
ആഘോഷം കൊണ്ടാനന്ദിക്കാൻ ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ആഘോഷം കൊണ്ടാനന്ദിക്കാൻ ആഘോഷം കൊണ്ടാനന്ദിക്കാൻ ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ആത്മമാരി കൊണ്ടു കർത്താവിനോട് പറഞ്ഞാലേ വൈരികൾ ഇനി ജയിക്കളയുവാൻ നോക്കുന്നതിന്റെ മധ്യത്തിൽ ആത്മാവ് പ്രവർത്തിക്കണമേ.
തൊടുകയാണ്, നാവിനെ തൊടുകയാണ്. ആത്മാവ് ചില പ്രവചനത്തിന്റെ വാക്കുകൾ, അധികാരത്തിന്റെ വാക്കുകൾ ചിലരുടെ നാവിൽ വഴിമാറ്റം ചെയ്യപ്പെടുന്നു. ജീവിക്കുന്നത് പോലെ ഇരിക്കുവാൻ ശരിയാക്കുന്നത് പോലെ ഒരു ദൈവിക സാന്നിധ്യം, ഒരു സ്വർഗീയ അഗ്നി ഇതിനകത്ത് പതിക്കുന്നുണ്ട്. ആത്മാവിൽ കാണുന്നവരുണ്ടെങ്കിൽ, ആത്മാവിൽ ഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, അന്യഭാഷയിൽ ചില കുടിയിരിപ്പുകളെ കത്തിച്ചു കളയുന്ന ഒരു ദൈവിക സാന്നിധ്യം വർഷങ്ങളായി നാളുകളായി പിന്തുടരുന്ന ചില അന്ധകാരത്തെ ആത്മാവിന്റെ പകൽ അഴിച്ചു മാറ്റുന്നു. ഇരുളിൽ തന്നെ നടക്കും. മുൻപോട്ടൊരു ഗതിയുമില്ലാതെ പരതി നടക്കുന്ന ചില വിഷയത്തിന്റെ നടുവിൽ ആത്മാവ് പ്രവർത്തിക്കുവാൻ പോകുക. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആത്മാവിൽ പറ, ഞാനതിനെ റിസീവ് ചെയ്യുക. അന്യഭാഷയിൽ ചിലർ വെളിപ്പാട് കാണുന്നുണ്ട്, ചിലർ അന്യഭാഷയിൽ ചില ദർശനങ്ങൾ കാണുന്നുണ്ട്. ഇന്ന് പകൽ ആത്മാവ് നിങ്ങളെ മുൻപോട്ട് നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ചില ദർശനത്തിന് ഉറവിടമായി, ചില പ്രവചനത്തിന് ഒരു ഉറവിടമെന്നതുപോലെ ചിലരെ മുൻപോട്ട് നടത്തുവാൻ ആത്മാവ് ഇറങ്ങി വരിക. പുറകോട്ട് വലിക്കുന്ന ഏത് അന്ധകാരമായിരുന്നാലോ, ഏത് കയറായിരുന്നാലോ, ഏത് ചങ്ങലകളായിരുന്നാലോ, ഇന്ന് പകൽ ചില തീവ്രതകളെ ദഹിപ്പിക്കുകയാണ്. തടിച്ച നാവുള്ളവനാണ്, ഒന്നും പറയുവാൻ കഴിയത്തില്ല എന്ന് മോശമിരുമിയതിന്റെ നടുവിൽ ഇന്ന് പകൽ ആത്മാവ് ചിലരുടെ നാവിന്മേൽ തുഴാൻ പോകുകയാണ്. In the name of Jesus, in the name of Jesus, in the name of Jesus, roll play by Shell Teriala.
ചിലർ പ്രാപിക്കുന്ന പകലാണ്, ചിലർ വെളിപ്പാടുകൾ കാണുന്ന പകലാണ്, ചിലരെ മണ്ഡലത്തിൽ നിന്ന് വിടുവിക്കുന്ന പകലാണ്, ചിലർ ആത്മാവുമായി സംസാരിക്കുന്ന പകലാണ്, ചിലർ പരിശുദ്ധാത്മാവിൽ നിറയുന്ന പകലാണ്. ആത്മാവ് ചിലരോട് വ്യക്തമായി സംസാരിക്കുന്നു. നിങ്ങൾ ആത്മാവിൽ ഒരു സ്റ്റെപ്പും കൂടെ കയറുന്ന പകലാണ് ഇന്നത്തെ പകൽ. ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ, മറ്റാരെക്കാളും വിശ്വസ്തനായോനെ. പറയുവാൻ കഴിയുമോ? ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ, മറ്റാരെക്കാളും വിശ്വസ്തനായോനെ. ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാൽ അങ്ങെപ്പോലെ വേറാരും ഇല്ലയേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ. ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പ അങ്ങേ പിരിയില്ല എന്നേശുവേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ. ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പ അങ്ങേ പിരിയില്ല എന്നേശുവേ. ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ, മറ്റാരെക്കാളും വിശ്വസ്തനായോനെ. ഒരിക്കൽ കൂടെ ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ, മറ്റാരെക്കാളും വിശ്വസ്തനായോനെ. ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാൽ അങ്ങെപ്പോലെ വേറാരും ഇല്ലയേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ. ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പ അങ്ങേ പിരിയില്ല എന്നേശുവേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ, ജീവൻ തന്നോനെ, ഭൂമിയിലാരിലും കാണാത്ത സ്നേഹമേ. ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പ അങ്ങേ പിരിയില്ല
യേശുവേ അങ്ങേ പിരിയില്ല എന്നേശുവേ. ഒരിക്കൽ കൂടെ അങ്ങേ പിരിയില്ല എന്നേശുവേ. Our Father in heaven, we thank you and praise you. പിതാവേ, ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. സകല പുകഴ്ചയ്ക്കും ആരാധനയ്ക്കും യോഗ്യനായ കർത്താവിനെ ഇന്ന് പകൽ ആരാധിക്കുവാൻ സ്വർഗം നൽകി തന്ന നല്ല സാവകാശങ്ങൾക്കായി സ്തോത്രം ചെയ്തു. പരിശുദ്ധാത്മാവ് ഈ സർവീസ് എന്റെ ടേക്ക് കെയർ കൺട്രോൾ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഗൈഡ് ചെയ്യും. കർത്താവിന്റെ മുദ്രയ്ക്കുള്ളിൽ ഞങ്ങളെ പൊതിയുന്നതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളെ പരിപാലിക്കും. പ്രാർത്ഥനകളെ കേൾക്കും യേശുവിന്റെ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വിശുദ്ധ ആരാധന കൂടെ കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് നമ്മുടെ ആലയത്തിലേക്ക് കൊണ്ടുവന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലുള്ള യാത്രകളിൽ, നമ്മുടെ അതിലെ ബസ് ട്രെയിൻ, നമ്മുടെ ബൈക്കിലും കാറിലൊക്കെ നമ്മൾ പോയപ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കടന്നു പോയപ്പോഴൊക്കെ ദൈവം അവരെ സൂക്ഷിപ്പാനിടയായി. നമ്മുടെ വഴിയാത്രകളിലും വാഹനയാത്രയെല്ലാം ദൈവം അവരെ കരുതുവാനിടയായി. ജോലി സംബന്ധമായി പോയവരെ ദൈവം സൂക്ഷിക്കുവാനിടയായി. നമ്മുടെ മാതാപിതാക്കന്മാരെയൊക്കെ അവിടങ്ങൾ വിലപ്പെടുത്തി. രോഗത്താലും ക്ഷീണത്താലും പലരും ഭാരപ്പെട്ട് ഭവനങ്ങളിലും ആശുപത്രിയിലുമായിരുന്നു. ദൈവം അവരെ കരുതി. നമ്മുടെ ദൈവദാസന്മാരെ ദൈവം സൂക്ഷിക്കുവാനിടയായി. എല്ലാവരും ദൈവം സൂക്ഷിച്ച് അനുഗ്രഹിച്ചതിന് നമ്മുടെ കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജെയിംസ് സുഭാഷിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില ദിവസങ്ങളായി ഭവനത്തിലായിരുന്നു, രോഗത്താലും ക്ഷീണത്താലൊക്കെ ആയിരുന്നു. എന്നാൽ ഇന്ന് ദൈവം കൊണ്ടുവന്നതിനായി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സുവിശേഷകരായിരിക്കുന്ന സഹോദരങ്ങൾ ജെറൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ വിദേശത്തു നിന്നും കടന്നു വന്ന ജോർജ് എളിയനെ ഓർക്കുന്നു. അതിഥികളായി കടന്നു വന്നവരെ എല്ലാവരെയും ഓർക്കുന്നു. പ്രത്യേക നന്ദിയും സ്നേഹബന്ധനവും ഒക്കെ അറിയിക്കുന്നു. എല്ലാവരും ദൈവം ധാരാളം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവിൽ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. സ്തോത്രം. വിശേഷം നമ്മളൊക്കെ പത്രത്തിലും ടി വിയിലൊക്കെ കണ്ടതുപോലെ ഒരു കുഞ്ഞു ചെരുപ്പെടുക്കാൻ വേണ്ടി സ്കൂളിൻ്റെ മുകളിൽ കയറി നമ്മൾ കണ്ടു ലൈൻ മരിച്ചത് നമ്മൾ കണ്ടു. അത് വലിയൊരു വാർത്ത തന്നെയായിരുന്നു. ആ കുഞ്ഞിൻ്റെ ആഗ്രഹം ഒരു പട്ടാളക്കാരനായി തീരാനായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് NCCയിലൊക്കെ ചേർന്നു. അപ്പോൾ പെട്ടെന്നുള്ള മരണങ്ങൾ ആ സ്കൂളിലും ആ ദേശത്തിനും എല്ലാവർക്കും ദുഃഖം തന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ സൂക്ഷിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വീണ്ടും ഏത് നിമിഷമാണ് അപകടങ്ങൾ വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. സ്തോത്രം. ഇന്നും ഓർക്കുന്നു, പണ്ട് നമുക്കൊക്കെ അറിയാം, എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. പണ്ട് നമ്മളൊരു കാറ് കാണണമെങ്കിൽ ഒരുപാട് സമയം കാത്തിരിക്കണം. ആ ദേശത്തെ ബഹുസമ്പന്നന് മാത്രമേ ഒരു കാറ് കാണത്തുള്ളൂ, മൊബൈൽ ഫോൺ കാണത്തുള്ളൂ, TV കാണത്തുള്ളൂ. അപ്പോൾ TV കാണണമെങ്കിൽ ആ ദേശത്ത് നമ്മൾ പോകേണ്ടി വരും. കാറ് കാണാൻ ഞങ്ങൾ പണ്ട് വഴിവാരങ്ങൾ കാത്തു നിന്നിട്ടുണ്ട്. അന്നൊന്നും കാറ് കാണാൻ പറ്റത്തില്ല. ഇന്ന് കാറേ നമ്മൾ കാണുന്നുള്ളൂ. നമുക്ക് ഈ ഭാഗത്ത് നിന്നും മറുഭാഗത്തിലേക്ക് നമുക്ക് പോകാൻ നമ്മൾ ഒരുപാട് സമയം കാത്തിരിക്കണം. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ 6-ാമത്തെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ കാണുന്നതിനാണ് ഭൂമിയിൽ മനുഷ്യൻ പെരുകി. ഞാൻ അനേക സ്ഥലങ്ങളിൽ പരസ്യയോഗത്തിൽ പ്രസംഗിച്ചൊരു പ്രസംഗമായിരുന്നത് ഉൽപ്പത്തി പുസ്തകം 6:1 ഭൂമിയിൽ മനുഷ്യൻ പെരുകി തുടങ്ങി അവിടെ വായിക്കുന്നുണ്ട്. മനുഷ്യൻ പെരുകി തുടങ്ങിയപ്പോൾ അതോടൊപ്പം തന്നെ മറ്റു പലതും പെരുകി തുടങ്ങി. അതിലൊന്നായിരുന്നു വാഹനം. വാഹനം മാത്രമൊന്നല്ല, പണവും അതോടൊപ്പം പെരുകി. പണം, വസ്ത്രങ്ങളോ അതോടൊപ്പം പെരുകി. അങ്ങനെ വാഹനങ്ങളും പണവും വസ്ത്രങ്ങളും ഒക്കെ പെരുകിയപ്പോൾ ദൈവസ്നേഹം എല്ലാ നാനാജാതിക്കാരിലും കുറഞ്ഞു. അത് മുസ്ലിം ആകട്ടെ, ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, ജൈനമതക്കാരനോ സിഖ് ജൂതമതക്കാരനോ ആകട്ടെ, എല്ലാ മനുഷ്യരിലും സ്നേഹവും കുറഞ്ഞു. ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ രക്ഷിക്കപ്പെടുന്ന മുമ്പ് ഓണക്കാലത്തിലൊക്കെ എല്ലാവരും ബന്ധുക്കളൊക്കെ വരും. പ്രത്യേക സന്തോഷമാണ് നമുക്ക്. ഇപ്പൊ ഓണം അല്ലെങ്കിൽ ഏത് വന്നാലും ആരും അടുക്കത്തില്ല. കാരണം അത്രമാത്രം മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് എന്തിനെ നമ്മൾ ആരാധിക്കുന്ന ദൈവമക്കളെന്ന് അഭിമാനിക്കുന്ന നമുക്ക് പോലും സ്നേഹം കുറഞ്ഞൊരു കാലഘട്ടം. യേശു മുൻകൂട്ടി തന്നെ പറഞ്ഞു, അവ അന്ത്യകാലമാകുമ്പോൾ അനേകരുടെ സ്നേഹം തണുത്തു പോകും.
ദൈവദാസന്മാർ തമ്മിൽ സ്നേഹിക്കാൻ പറ്റാത്ത, ദൈവമക്കൾ തമ്മിൽ സ്നേഹിക്കാൻ പറ്റാത്ത ഒക്കെ ഒരു കാലഘട്ടത്തിലേക്ക് മത്തായി സുവിശേഷം 24 നമ്മളത് വായിക്കുന്നത്. അന്ത്യകാലമാകുമ്പോൾ അനേകരുടെ സ്നേഹം തണുത്തു പോകും. ഇത് ആരുടെയും കുറ്റമല്ല, എങ്കിലും തണുത്തു പോകാതെ ചൂടാക്കി കൊണ്ടുപോകുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കർത്താവ് തന്നെ മുൻകൂട്ടി പറഞ്ഞതാ അത്. പക്ഷേ അതിന് ദൈവം നമുക്ക് ഈ ഭൂമി ജീവിക്കുവാൻ, പ്രിയമുള്ളവരെ, പ്രാർത്ഥനയും കൃപയും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. നമ്മുടെ അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്നവർ പോലും നമുക്ക് ചിലപ്പോ നമ്മുടെ ഏനാ ചർച്ചയെ കുറിച്ച് പറഞ്ഞതല്ല, അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. നമ്മളൊരു കാര്യം പറയുമ്പോൾ ആഗോളമായി നമ്മൾ പറയുന്നത്. സ്തോത്രം. പക്ഷേ നമ്മളെ വിളിച്ചവനെ മാത്രം നമ്മെ നോക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എല്ലാവരും സ്നേഹിക്കാനും ആദരിക്കാനും പറ്റും. ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ വേഗത്തിൽ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അപ്പോ നമുക്ക് 126-ാമത്തെ സങ്കീർത്തനമാണ് ദൈവം നമുക്ക് നൽകിയത്. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന്റെ അവസാനത്തെ ആ വാക്യം, 5-ാമത്തെ വാക്യം വായിച്ചേ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. ആമേൻ. സ്തോത്രം. വിത്ത് ചുമന്നും കലഞ്ഞും വിതച്ചുകൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്ന് മാർത്തുകൊണ്ട് വരുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനുള്ള സമയം നമ്മൾ അനുവദിക്കുന്നില്ല. നമുക്ക് വചനങ്ങൾ തുറന്നു കേൾക്കണം, സാക്ഷ്യങ്ങൾ കേൾക്കണം. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, കണ്ണുനീരോടെ ആരും വിതയ്ക്കാറില്ല. ഞാനും വിത കണ്ടിട്ടുണ്ട്. വിതച്ചിട്ടേ ഇല്ല. അവര് നല്ലവണ്ണം കാപ്പിയൊക്കെ കുടിച്ച് കൊട്ടയ്ക്കകത്തോ ചാക്കിനകത്തോ വിത്ത് കൊണ്ടുവന്ന് നല്ല മാന്യമായി അവർ വിതയ്ക്കും. കണ്ണുനീരോട് വിതയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ ഇസ്രായേൽ ജനം കണ്ണുനീരോടെ വിതയ്ക്കരുത്. കാരണം അവർക്ക് അന്ന് അവർ ജീവിച്ച സമയത്ത് വൈക്കോൽ കൊടുത്തില്ല. അതുകൊണ്ട് വൈക്കോലിന് വേണ്ടി അവര് തന്നെ വയലില് കൃഷി ചെയ്തു. അപ്പൊ പകല് മുഴുവനും അതിന്റെ ചരിത്രം പറഞ്ഞാൽ അങ്ങനെയാണ്. പകല് മുഴുവനും ഇഷ്ടിക അറക്കും. രാത്രി അപ്പൊ വൈക്കോല് കൊടുക്കാതെ ഏതെങ്കിലും രാജ്യത്ത് പോയി വൈക്കോല് കൊണ്ടുവന്ന് ഇഷ്ടിക അറക്കുമ്പോൾ അവർ പറയുന്ന കണക്കിന് 500 കട്ടയാണെങ്കിൽ 500 കട്ട അറക്കുകയും വേണം. പക്ഷെ അതിന് മുമ്പ് വരെ വൈക്കോല് കൊടുക്കും. വൈക്കോലിട്ട് അവർ ഇഷ്ടിക അറക്കുന്നത്. അപ്പോ ഫറവോന്റെ കഠിന ഹൃദയം കൊണ്ട് ഇനി നിങ്ങൾക്ക് വൈക്കോല് തരത്തില്ല, എവിടെയെങ്കിലും പോയി വൈക്കോല് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ വൈക്കോല് മേടിക്കാൻ പോകുമ്പോൾ ഇവർക്ക് കണക്കിനുള്ള ഇഷ്ടിക അറത്തില്ലെങ്കിൽ അടിയും കൂടെ കിട്ടും ചാട്ടവാറ് കൊണ്ട്. അങ്ങനെ രാത്രി അവർക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഉറങ്ങാതെ അവര് തന്നെ വയലുകളിൽ വിതയ്ക്കാൻ തുടങ്ങി. അപ്പോ ഉറക്കമില്ലാതെ രാവിലെ പണി, രാത്രി അവർ വിതയ്ക്കുകയാണ്. ഇതാണ് എന്റെ ചരിത്രം പറയുന്നത്. അങ്ങനെ അവര് രാത്രി ഉറങ്ങാൻ പറ്റാതെ വരുന്ന 12 മാസമൊക്കെ കഴിയുമ്പോൾ വൈക്കോല് കിട്ടാൻ വേണ്ടി അവർ കണ്ണുനീരോടെ വിതയ്ക്കുവാനിടയായി. പിറ്റേ ദിവസവും അതിന് ജോലിക്ക് പോകണം. അങ്ങനെ ഉറങ്ങാൻ കഴിയാതെ ഭാരപ്പെടുന്ന ഒരു ഇസ്രായേൽ ജനം നമുക്ക് മുമ്പിലുണ്ടായിരുന്നു. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ഇന്നലെ രാത്രിയിൽ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ കൃപ നൽകിയ മഹാദൈവത്തിന്, ആലയത്തിൽ ദൈവം നമ്മളെ കൊണ്ടുവന്നതിനാൽ ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സമാധാനത്തോടെ നമ്മൾ അച്ചായനെ കാണുവാൻ, നമ്മുടെ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ഭർത്താവിനെ ഭാര്യയും കണ്ട് സന്തോഷിക്കുവാൻ, അനേകർ മരണപ്പെട്ടപ്പോൾ, അനേക കുഞ്ഞുങ്ങൾ മരണപ്പെട്ടപ്പോൾ, നമ്മുടെ സമപ്രായമുള്ളവർ മരണപ്പെട്ടപ്പോൾ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ കൃപ നൽകിയ നമ്മുടെ ദൈവത്തിന് കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദാവീദ് പറഞ്ഞ സമാധാനത്തോടെ നന്ദി പറയാതിരിക്കരുത് കേട്ടോ. സോമപാഷ പറഞ്ഞോണ്ടതല്ല, അധ്യക്ഷന്മാർ ലീഡ് ചെയ്യുന്നോണ്ടല്ല നമ്മൾ ആരാധിക്കുന്നതാണോ? ആണോ ജെയിംസ് മാഷെ? അല്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടു വന്ന നാളിന്നു വരെ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അത് ലീഡിങ് ചെയ്യുന്നവരോ പ്രസംഗിക്കുന്നവരോ പറഞ്ഞിട്ടല്ല നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്, നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു. അത് സോമൻ പാസ്റ്ററോ യംസു പാസ്റ്ററോ പറഞ്ഞിട്ടില്ല. പിന്നെയോ ആലയത്തിനകത്തേക്ക് വരുമ്പോൾ സമാധാനത്തോട് കിടന്നുറങ്ങുവാൻ ദൈവം കൃപ നൽകിയ ദൈവത്തിന് സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഇന്ന് പകൽക്കാലം കഴിയുന്ന മാതാവേ, ദൈവം നിന്നെ അനുഗ്രഹിക്കാനിടയാകും. എന്നെ നോക്കണ്ട, ഇവിടെ ഇരിക്കുന്ന അപ്പുറം ഇപ്പുറം ഇരിക്കുന്നവരെ നോക്കുന്നത് വേണ്ട. ഇവരെല്ലാം ഞങ്ങളൊന്നല്ല സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. സ്തോത്രം. അത് ഞാൻ ഏത് വേദിയിലും പറയും. സ്തോത്രം. അത് റോയി പാഷ അല്ല കൊണ്ടുപോകണം സ്വർഗത്തിൽ. ആണോ പ്രിയമുള്ളവരെ? ജെയിംസ് പാഷ സോമൻ പാഷ അല്ല. നിങ്ങളെ ദൈവം വിളിച്ചു വേർതിരിച്ചുവെങ്കിൽ നിങ്ങൾ വിശുദ്ധിയോടെ ജീവിച്ചാൽ, സോമൻ പാഷനും ജെയിംസ് പാഷനും വിശുദ്ധിയോടെ ജീവിച്ചാൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും. സ്തോത്രം. അവരവരെ തന്നെ വിശ്വാസത്തെ കാത്ത് പ്രാർത്ഥനയെ കാത്തു കൊണ്ടുപോയിക്കൊള്ളണം.
സ്തോത്രം. തക്ക സമയം വരുമ്പോൾ ആരും കാണുമെന്നൊന്നുമില്ല. അത് ദൈവമക്കൾ കാണുമെന്ന്, ദൈവദാസന്മാർ സപ്പോർട്ട് കാണുമെന്നില്ല. നമ്മളെ തമ്പുരാൻ വിളിച്ചു. പക്ഷെ ഈ ഭൂമിയിൽ നമുക്കൊരു കൂട്ടായ്മ തന്നിട്ടുണ്ട്. കുറച്ച് ദൈവമക്കളും ദൈവദാസന്മാർ, അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും ഉത്തരവാദിത്വമുണ്ട്. അത് അവർ ചെയ്യും. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് കൂടുതൽ ഉത്തരവാദിത്വമുള്ളത്, നമുക്ക് ബന്ധമുള്ളത് നമ്മെ വിളിച്ചു വേർതിരിച്ച കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമാണ്. ആ യേശുവാണ് നമ്മളെ നിത്യതയിലേക്ക് എത്തിക്കുന്നത്. ആ യേശു ക്രിസ്തുവാണ് നിന്റെ രോഗം സൗഖ്യമാക്കുന്നത്, നിന്റെ ക്ഷീണത്തെ മാറ്റുന്നത്, നിന്നെ അനുഗ്രഹിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന മഹാദൈവത്തെ ഓർത്ത് നന്ദി പറയുവാൻ ആലയത്തിലേക്ക് കൊണ്ടുവന്നതിനായി സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ആരുടെയും ഹൃദയം കലങ്ങിന്ന് പോകേണ്ട, വിഷമിക്കേണ്ട. നമ്മുടെ വലതുഭാഗത്ത് തന്നെ കർത്താവ് ഉണ്ട്. നമ്മുടെ വലതുഭാഗത്ത് ആരെല്ലാം നമ്മളെ മറന്നാലും വലതുഭാഗത്ത് കർത്താവ് ഉണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ ഇതുവരെ ജീവിച്ചത്. അതുകൊണ്ടല്ലേ ഇന്ന് ആരാധനയ്ക്ക് നമ്മൾ വന്നത്. നമ്മൾ ആരെങ്കിലും നോക്കിയിട്ടാണ് വന്നത്? അല്ലേ? അല്ല. അതൊരു പരസ്യ പ്രഖ്യാപനമാണ്. നമ്മൾ ആരെയും നോക്കിയിട്ടല്ല. നമുക്ക് ദൈവത്തോട് ഉത്തരവാദിത്വത്തോട് സ്നേഹമുണ്ട്, ഒരു ആദരവുണ്ട്, ഒരു നന്ദിയുണ്ട്. ആ നന്ദി പറയുവാൻ ആരെല്ലാം തൊട്ടപ്പുറത്തുള്ള വിശ്വാസികൾ, നമ്മുടെ വിശ്വാസികൾ വന്നില്ലെങ്കിലും നമ്മൾ വരാതിരിക്കൂ. നമ്മൾ വരും. അതാണ് നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധം. സമയം പോകുന്നു. സ്തോത്രം. അപ്പോ ഒരു കൊയ്ത്ത് നമുക്കും തമ്പുരാൻ വെച്ചിട്ടുണ്ട്. സ്തോത്രം. അതായത് നമ്മളൊരു വാക്യം ഹോശയുടെ പുസ്തകത്തിൽ വായിച്ചാട്ടെ. സ്തോത്രം. 6:11 വാക്യം വേഗത്തിൽ വായിച്ചാട്ടെ. യഹൂദയേ, ഞാൻ എന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്ക് ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. സ്തോത്രം. യാക്കോബിന്റെ ലേയുടെ 4ാമത്തെ മകനാണ് യഹൂദ. രൂബേനും ശിമയോനും ലേവിയും ജനിച്ചപ്പോഴും ഒന്നും പറയാത്തൊരു പദപ്രയോഗം. 4ാമത്തെ മകനാകുന്ന യഹൂദ ജനിച്ചപ്പോ ലേയെ വിളിച്ചു പറയുന്നു, ഇനി ഞാൻ ദൈവത്തെ സ്തുതിക്കും. അപ്പൊ ചില മക്കൾ ജനിക്കുമ്പോൾ ഒരു വലിയ വിടുതലുകളും നന്മകളും വെളിപ്പെടും. സ്തോത്രം. യഹൂദ ജനിച്ചപ്പോഴാണ് ലേ എന്ന് പറയുന്ന മാതാവ് പറയുന്നു, ഇനി ഞാൻ ദൈവത്തിനെ സ്തുതിക്കുവാൻ, സ്തുതി എന്നർത്ഥമുള്ള യഹൂദ എന്ന് പേരിടുവാനിടയായി. സ്തുതിക്കുന്നവരാണ് യുദ്ധത്തിന് തമ്പുരാൻ അതിനെ വിളിച്ച് വേർതിരിക്കുന്നത്. മോശയുടെ കാലഘട്ടം കഴിഞ്ഞു. യോശുവ മരണപ്പെട്ടപ്പോൾ ആര് നമുക്ക് വേണ്ടി യുദ്ധത്തിന് പോകണമെന്ന് ചോദിച്ചു. ന്യായാധിപരുടെ പുസ്തകം 1-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചാട്ടെ. വേദപുസ്തകം ഒന്ന് വായിച്ചു തരണം എനിക്ക്. യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ ഞങ്ങളിൽ ആരാകുന്നു കനാനയുടെ യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടതെന്ന് യഹോവയോട് ചോദിച്ചു. യഹൂദ പുറപ്പെടട്ടെ. കാരണം എന്ന് പറഞ്ഞാൽ സ്തുതിക്കുന്നവൻ പോയാൽ യുദ്ധത്തിൽ ജയിക്കാമെന്ന് ദൈവത്തിനറിയാം. ഇന്ന് പകൽക്കാലം സ്തുതിക്കുന്നവരെ, ആരാധിക്കുന്നവരെ, ഉപവസിക്കുന്നവരെ, കരയുന്നവരെ, നമ്മുടെ മുമ്പിൽ യുദ്ധമുണ്ടെങ്കിലും നാം ജയിക്കാൻ പോകുകയാണെന്ന് പകൽക്കാലം. സ്തുതിക്കുന്നവർ ജയിക്കുവാനിടയാകും. തളർത്തിക്കളയാൻ കഴിയത്തില്ല. ദൈവത്തെ സ്തുതിക്കുന്നവർ യുദ്ധത്തിൽ ജയിക്കും. അവർക്ക് യുദ്ധം മാത്രമല്ല, പിന്നെയോ ഒരു വലിയ കൊയ്ത്തുണ്ട്. സ്തുതിക്കുന്നവൻ പോകട്ടെ, യഹൂദ പോകട്ടെ. ഞാൻ ഇന്ന് പകൽക്കാലം പറയാം, സ്തുതിക്കുന്നവനൊരു യുദ്ധമുണ്ട്. അത് മാത്രമല്ല, ഒരു കൊയ്ത്തും കൂടെ ഉണ്ട്. ശ്രദ്ധിക്കണം, കൊയ്ത്തുണ്ട്, യുദ്ധമുണ്ട്. പക്ഷേ നമ്മളെ തളർത്തിക്കളയുവാൻ ചിലരുമുണ്ട്. ഒരു വാക്യം വായിച്ചാട്ടെ. ഗലാത്യലേഖനം 6-9 വാക്യം. നന്മ ചെയ്യുകയിൽ നാം അടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് കൊയ്യും. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ കിടക്കണം. കണ്ടോ, നമുക്ക് ഒരു കൊയ്ത്തുണ്ട്. ഇന്ന് പകൽക്കാലം ആലയത്തിനകത്തേക്ക് വന്ന പുതിയ ഇസ്രായേൽ ജനമേ, നമുക്കൊരു കൊയ്ത്തുണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞാൽ, സ്തുതി
സ്തുതിക്കുന്നവനൊരു കൊയ്ത്തുണ്ട്. ദൈവം തന്നെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യഹൂദയ്ക്ക് ഒരു കൊയ്ത്തുണ്ട്. ഇന്ന് പകൽക്കാലം ആത്മീകത്തിന്റെ പകുതിയത്തിന്റെ ഒരു കൊയ്ത്ത് തമ്പുരാൻ നമുക്ക് വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ശരീരവും മനസ്സും തളർത്തിക്കളയാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം പിശാചോ മനുഷ്യരോ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറഞ്ഞ് തളർന്നു പോകാതെ തക്ക സമയത്ത് കൊയ്യും. ഒരു കൊയ്ത്ത് നമുക്കുണ്ട്. ചിലപ്പോൾ നിന്റെ ഭാര്യ, ഭർത്താവ്, മക്കള്, മരുമക്കൾ, കൊച്ചുമക്കള്, ദൈവദാസന്മാർ, ദൈവജനം നിന്റെ ഹൃദയത്തെ തകർത്തി കളയുമ്പോൾ, പിശാച് നിന്നെ തകർത്തി കളയുമ്പോൾ, ഇല്ല നിനക്കൊരു ആത്മീയ കൊയ്ത്തുണ്ട്, നിനക്ക് അനുഗ്രഹത്തിന്റെ കൊയ്ത്തുണ്ട്, ഒരു ഭൗതിക കൊയ്ത്തുണ്ടെന്ന് ഈ വിശുദ്ധ ദിവസത്തിൽ ആത്മാവ് പ്രവചിക്കുന്നു. നിന്റെ ശരീരത്തെ തളർത്തി കളയുക, നിന്റെ മനസ്സിനെ തളർത്തി കളയുക. പുറത്തുള്ളതല്ല, അകത്തുള്ള ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം, മക്കളോ, മരുമക്കളോ, കൊച്ചുമക്കളോ, ദൈവദാസന്മാരോ, ദൈവജനമോ ചിലപ്പോ വന്നാലും ഇന്ന് പകൽക്കാലം പറയുന്നു, താഴ്ന്നു പോകാതിരുന്ന തക്ക സമയത്ത് കൊയ്യും. അതൊരു ആത്മീയ കൊയ്ത്തായി, ഒരു അഭൗതിക കൊയ്ത്തായി തമ്പുരാൻ നമുക്ക് തരുവാൻ ഈ വിശുദ്ധ ആരാധനയിൽ ആത്മാവ് ഇറങ്ങി വന്നതിനായി സ്തോത്രം. കൊയ്യുന്നത് ആരാ? സ്തുതിക്കുന്നവർ, ഉപവസിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, ആരാധിക്കുന്നവർ. ഒരു വലിയ കൊയ്ത്ത് കൊയ്യുന്നതിനായി സ്തോത്രം. ഏതെല്ലാം നിരാശകളും ഭാരങ്ങളും രോഗങ്ങളും കട്ടതകളും വരട്ടെ, നിന്നാ ഞാൻ പടക്കൂട്ടുന്നവരെ പാഞ്ഞു ചെല്ലും. നിന്നാ ഞാൻ മതിൽ ചാടി കടക്കും. മതിൽ ചാടി കടക്കുന്നതിന് കാരണം ഒരു കൊയ്ത്തുണ്ട്. ഒരു ആത്മാവിന്റെ കൊയ്ത്തിനായി സ്തോത്രം. കൊയ്ത്ത് വളരെ ഉണ്ട്. സത്യം, വേലക്കാരോ ചുരുക്കം എന്ന് യേശു പറയുവാനിടയായി. ഇതാ വിളഞ്ഞു കിടക്കുകയാണ്. ആത്മാക്കളാകുന്ന ഹനനീയ ജനം വിളഞ്ഞു കിടക്കുന്നു കൊയ്തെടുക്കേണ്ടതിന്. ഇന്ന് പകൽക്കാലം ഈ സഭ ഏനാത്ത് എഫ്രത്ത സഭയല്ല, ഇനി കേരളത്തിൽ എത്ര സഭ വന്നാലും ആത്മാക്കളെ മുതലെടുക്കാൻ തീരത്തില്ല. അതിന്റെ സർവേ കണക്കൊക്കെ പറഞ്ഞു ലക്ഷങ്ങൾ വേണം എന്ന് പറഞ്ഞാൽ കോടികൾ വേണം ജനം. ഞാനൊരു ക്ലാസ്സിന് പോയപ്പോൾ കേട്ടതാണ്. നമ്മളൊന്നും പോലെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ സഹോദരിമാരും സഹോദരങ്ങളും ഉണ്ടെങ്കിലേ ഈ ആത്മാക്കളെ കൊയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ലൂക്കോസിൽ വാക്യത്തിന് ശിഷ്യന്മാർ എന്ന് പറഞ്ഞു, കൊയ്ത്തിനാൽ ഞങ്ങൾ അയക്കണമേ എന്ന് പറഞ്ഞു. അപ്പൊ പറയുന്നു, കൊയ്ത്ത് വിളഞ്ഞു കിടക്കുകയാണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ആത്മാക്കൾക്ക് വേണ്ടി പോകുവാൻ ദൈവം നമ്മളെ വലിയൊരു ആത്മീക കൊയ്ത്ത് കൊയ്തെടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് അതിൽ ഒരു വാക്യോടെ വായിച്ച് ഞാൻ വേഗത്തിൽ പോകണം. സ്തോത്രം. അതിന്റെ 4-ാമത്തെ വാക്യം. യഹോവേ, തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമേ. നമ്മുടെ ചിന്ത മടക്കി വരുത്തുന്നത് ഒരു നല്ല സ്തോത്രം ചെയ്തോട്ടെ. അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ വാക്കിനെയാണ്, യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. സ്തോത്രം. സ്വന്തമല്ലാത്ത ദേശത്ത് മറ്റു രാജ്യത്ത് പോകുമ്പോൾ ഇവിടെ നിന്ന് പോകുന്നവരെല്ലാവരും ഏത് രാജ്യത്തിൽ നിന്ന് വന്നവരായിരുന്നാലും അവര് ആ ദേശത്തുള്ളവരല്ല, ആ പൗരത്വമുള്ളവരല്ല, അവരൊക്കെ പ്രവാസികളാണ്. ഇവിടെ ഒരു സാഹിബ് വന്ന് നിന്നാൽ അദ്ദേഹം ഇവിടുത്തെ പ്രവാസിയാണ്. നമുക്കറിയാം അതിനെക്കുറിച്ച്. വർഷങ്ങൾ പ്രവാസ ജീവിതം നയിച്ചവരായിരുന്നു ഇസ്രായേൽ ജനം. നമ്മളത് വേദപുസ്തകത്തിൽ ഒരുപാട് തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. ഞങ്ങളെ മടക്കി വരുത്തണമേ എന്നാണ് അതിൽ അവർ പറയുന്നത്. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ പല ഘട്ടങ്ങളായിട്ടാണ് ഇസ്രായേൽ പല രാജ്യങ്ങൾ പ്രവാസികളായി ജീവിക്കേണ്ടി വന്നു. രാജാക്കന്മാര് പിടിച്ചുകൊണ്ട് പോകേണ്ടി വന്നു, അടിമകളായി ജോലി ചെയ്യേണ്ടി വന്നു. അങ്ങനെ പല ഘട്ടങ്ങളിൽ ഒരു കാലഘട്ടത്തിൽ സെരുബ്ബാബേൽ പ്രവാസം നിന്നും തിരിച്ചു മടങ്ങി വന്നു. വലിയൊരു ജനക്കൂട്ടമായി വന്നിട്ട് ആലയം പണിയാൻ തുടങ്ങി. അങ്ങനെ ആലയം പണിഞ്ഞു. അതിനുശേഷം നെഹമ്യാവിന്റെ കാലഘട്ടത്തിൽ വലിയ ഒരു ജനക്കൂട്ടം പ്രവാസത്തിൽ തെറ്റി ഒഴിഞ്ഞ് നാട്ടിലേക്ക് വന്നു. അങ്ങനെ മതിൽ പണിഞ്ഞു. വീണ്ടും ഏസറ എന്ന് പറയുന്ന പുരോഹിതന്റെ കാലഘട്ടത്തിൽ ഒരു വലിയ ജനസമൂഹം പ്രവാസത്തിൽ തെറ്റി ഒഴിഞ്ഞു വന്നു. അവർ പിന്നെ ആലയത്തിന്റെ ശുശ്രൂഷകളുടെ ക്രമീകരണങ്ങൾ വീണ്ടും തുടങ്ങി. വേദപുസ്തകം പഠിക്കുമ്പോൾ ഒരുപാട് കാലഘട്ടങ്ങളിൽ അടിമകളായി ജോലി ചെയ്യേണ്ടി വന്നു. ഇന്ന് ഉള്ളതുപോലെ നല്ല കേട്ടോ. സ്തോത്രം. ഇന്ന് വിദേശ രാജ്യത്ത് നമുക്ക്
കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. എന്നാൽ പണ്ട് കാലഘട്ടങ്ങളെല്ലാം അടിമകൾ തന്നെയാണ്. ഏത് രാജ്യത്ത് ചെന്നാലും അവരവിടുത്തെ അടിമകൾ തന്നെയാണ്, പ്രവാസികൾ തന്നെയാണ്. ഒരു മാറ്റവുമില്ല. ഇപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ പണ്ട് കാലങ്ങളിൽ മാറ്റമില്ല. വിശേഷാൽ ഇസ്രായേൽ ജനത്തിന്റെ കാലഘട്ടത്തിൽ അവിടെ ചെന്നു കഴിഞ്ഞാൽ പിന്നെ അടിമമുഖമായിരിക്കും. നമ്മളത് വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 14 ഒരു കൂട്ടം ദൈവമക്കൾ അടിമകളായി പോയി. 14 13 വാക്യം ഒന്ന് വായിച്ച് നമുക്ക് കാണാൻ കഴിയും. ഓടിപ്പോന്ന ഒരുത്തൻ വന്ന് ഉൽപ്പത്തി പുസ്തകം 15 വാക്യം വായിച്ചോളെ. 15-13 വായിച്ചോളെ. അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്നു. ആ ദേശക്കാരെ സേവിക്കും. അവൻ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അവിടെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് എങ്ങനെയാണ്? 400ഓളം വർഷക്കാലം പ്രവാസത്തിലേക്ക് തന്നെ ജനം പോകേണ്ടി വന്നു. അത് ഒരു ചരിത്രമാണ് കേട്ടോ. ഒരുപാട് ചരിത്രങ്ങളുണ്ട്, ഒരുപാട് ദൈവദാസന്മാർ, വിശേഷം ദാനിയേൽ പ്രവാചകനൊക്കെ പ്രവാസവാസം ജീവിച്ചവരാണ്. അവരൊക്കെ 1-2 ദൈവഭക്തന്മാർ വർഷങ്ങൾ പ്രവാസത്തിൽ പോയവരുണ്ട്. ഇത് ആദ്യ കാലഘട്ടം നമ്മൾ വായിക്കുകയാണ്. ഇത് 1-2 വർഷം ദിവസങ്ങളൊന്നും അല്ല. പിന്നെയോ ഇതിന്റെ ചരിത്രം പഠിച്ചാൽ 430 വർഷമാണ് കേട്ടോ. 400 വർഷമല്ല, 430ഓളം വർഷക്കാലം അവർ അടിമകളായി ജീവിക്കേണ്ടി വന്നു. യഹോവയായ ദൈവം അബ്രഹാം ഒരു യാഗം അർപ്പിച്ചപ്പോൾ ആ യാഗത്തിനടുവിൽ പറയുന്നു, നിന്റെ സന്തതികൾ അന്യദേശത്ത് അടിമകളായി പ്രവാസിയായി ജീവിക്കേണ്ടി വരും. 400 വർഷക്കാലം കഴിഞ്ഞ് അവര് വലിയ കൊള്ള പ്രാപിച്ചു മടങ്ങി വരും. അവിടെ അർത്ഥവാക്യം വരുന്നത് കൊള്ള പ്രാപിച്ച് പുറപ്പെട്ടു വരുവാനിടയായി. പുറപ്പെട്ടു വന്നു എന്ന് പറഞ്ഞാൽ മടങ്ങി വന്നു. ഒരു നല്ല സ്തോത്രം ചെയ്യണം. ഇസ്രായേൽ ജനം പലപ്പോഴും പ്രവാസത്തിലേക്ക് പോയി. പക്ഷേ ദൈവം തമ്പുരാൻ അതിന്റെ സമയമായപ്പോൾ അവരെ മടക്കി കൊണ്ടുവരുവാനിടയായി. ഇന്ന് അവിടെ അതിന്റെ 1-ാമത്തെ വാക്യമാണ്, അവർ പ്രവാസികൾ മടങ്ങി വന്നപ്പോൾ അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിൽ സന്തോഷവും ഉണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നു, മടങ്ങി വരുന്നവരെ ഓർത്ത് സന്തോഷിക്കുന്ന മഹത്വത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇഷ്ടം പോലെ ആഹാരം ഭക്ഷിക്കുവാനുണ്ടായിരുന്ന ഒരു മകൻ, എത്ര നേരം വേണമെങ്കിലും ഭക്ഷിക്കാൻ ആഹാരം ഉണ്ടായിരുന്ന ഒരു മകൻ, ഇത് അപ്പന്റെ മുതലെല്ലാം മേടിച്ചുകൊണ്ട് അവൻ അന്യദേശത്തേക്ക് പോകുവാനിടയായി. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ എല്ലാം തീർന്നു. അപ്പോൾ അവിടെ നമ്മൾ വായിക്കണേ, മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ആഹാരം തന്നെ അവൻ കൈയിട്ട് വാരി ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് പറയുന്നു, ഞാൻ സ്വർഗത്തിലെ പിതാവിനോടും എന്റെ പിതാവിനോടും ഞാൻ പാപം ചെയ്തു. ഇതാ ഞാൻ മടങ്ങി വരാൻ പോവുകയാണ്. ഇന്നു പകൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നു, മടങ്ങി വരുന്ന ദൈവ ഹല്ലേലൂയ മക്കളെ, ദൈവം നിങ്ങളെ ചേർക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പിന്മാറ്റത്തിൽ നിന്നും മടങ്ങി വരുവാൻ, ഇരുട്ടിന്റെ അവസ്ഥയിൽ നിന്നും മടങ്ങി വരുവാൻ, പാപത്തിൽ നിന്നും മടങ്ങി വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു, നിനക്ക് ഒളിച്ചിരിക്കാൻ കഴിയത്തില്ല. മടങ്ങി വന്നാൽ നിനക്കൊരു ഹൃദയത്തിനും ശരീരത്തിനും ആശ്വാസം ലഭിക്കാനിടയാകും. സ്തോത്രം. അപ്പൊ എവിടെ നിന്നൊക്കെ മടങ്ങി വരുന്നതോ? ഇരുട്ടിലാണോ? ഇരുട്ടിൽ നിന്ന് മടങ്ങി വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പാപത്തിലാണോ? പാപത്തിൽ നിന്ന് മടങ്ങി വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നീ എന്നോട് അടുത്ത് വന്നാൽ ഞാൻ നിന്നോട് അടുത്ത് വരുമെന്ന് പറയുന്നു. ഇന്ന് പകൽക്കാലം പറയുന്നു, ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു, പ്രാർത്ഥനയിലും ആരാധനയിലും ദശാംശത്തിലും സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിലും അപ്പനാമയെ സ്നേഹിക്കുന്നതിനെ ഭക്തന്മാരെ ബഹുമാനിക്കുന്നതിനും സ്നേഹിക്കുന്നതിലും പിന്മാറ്റത്തിൽ നിൽക്കുന്നുവെങ്കിൽ മടങ്ങി വരുവാൻ ഇന്നു പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുകയാണ്. ഏതിനാണ് നിങ്ങൾ മടങ്ങി വരേണ്ടത്? ദശാംശത്തിൽ നിങ്ങൾ മടങ്ങി വരണം, പാപത്തിൽ നിന്ന് മടങ്ങി വരണം, പ്രാർത്ഥനയിൽ മടങ്ങി വരണം. മുടങ്ങിക്കിടക്കുന്നത് എന്തൊക്കെയാണോ അതിൽ നിന്നും മടങ്ങി വരുവാൻ ഇന്നു പകൽക്കാല വിശുദ്ധ ദിവസത്തിൽ പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. പ്രാർത്ഥനയിലാണോ മടങ്ങി വരേണ്ടത്? കണ്ണുകളടയ്ക്കാതെ നമുക്ക് പ്രാർത്ഥിക്കാം. മടങ്ങി വരുവാൻ ഇന്ന് പകൽക്കാലം ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുകയാണ്. മടങ്ങി വന്നാൽ
നമ്മുടെ ശരീരത്തിനും മനസ്സിനും സന്തോഷം തന്നെയാണ്. പ്രവാസത്തിലായിരുന്ന ജനം മടങ്ങി വരുവാനിടയായി. പ്രിയമുള്ളവരെ, നമുക്ക് മടങ്ങി വരാം. ഞാൻ ഉൾപ്പെടെ മടങ്ങി വരാം. സ്നേഹത്തിൽ മടങ്ങി വരാം. ആദരവിൽ നമുക്ക് മടങ്ങി വരാം. ദശാംശം കൊടുക്കുന്നതിൽ മടങ്ങി വരാം. നമ്മുടെ അപ്പന്റെ വീട്ടിലേക്ക് പോകുന്നതിൽ മടങ്ങി വരാം. മടങ്ങി വന്ന ദൈവം നമ്മെ അനുഗ്രഹിപ്പാനിടയാണ്. പിന്മാറ്റത്തിലാണ്. ഞാനൊരു ആഴമായ ചിന്ത ഞങ്ങൾ പറയാം. നമ്മുടെ ആത്മീകത്തിന്റെ, എൻ്റെ ഉൾപ്പെടെ നമ്മുടെ ആത്മീകത്തിന്റെ ഒന്നാമത്തെ തകർച്ച ഏതെന്ന് ചോദിച്ചാൽ, അതിന്റെ ആരംഭം ഏതെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥന മുടങ്ങിയോ പ്രാർത്ഥന ഇല്ല എങ്കിൽ നമ്മുടെ ഒന്നാമത്തെ നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ തുടക്കം അവിടെയാണ്. പ്രാർത്ഥന നമുക്കില്ലെങ്കിൽ, എന്നെ ഉൾപ്പെടെ പറഞ്ഞത്, പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ ഒന്നാമത്തെ ഘട്ടമാണ്. ഇന്ന് പകൽക്കാലം മടങ്ങി വരുവാൻ, പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരുവാൻ, ആരാധനയിലേക്ക് മടങ്ങി വരുവാൻ, ദശാംശം കൊടുക്കുന്നതിലേക്ക് മടങ്ങി വരുവാൻ, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ, ഇരുട്ടിൽ നിന്ന് മടങ്ങി വരുവാൻ, പാപത്തിൽ നിന്ന് മടങ്ങി വരുവാൻ ദൈവത്തിന്റെ ആത്മാവിന് പകൽക്കാലം നിങ്ങളെ സ്നേഹത്തോടെ പ്രബോധിപ്പിക്കുകയാണ്. മടങ്ങി വരാം. നമുക്കൊരു അനുഗ്രഹമുണ്ട്. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, പ്രാർത്ഥനയിലും ആരാധനയിലും കർത്താവിന് വേണ്ടി കൊടുക്കുന്നതിലും വിശുദ്ധ ജീവിതം നയിക്കുന്നതിലും മടങ്ങി വരുവാൻ സഭയായി ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണം. ഞങ്ങൾ ചിലപ്പോഴൊക്കെ കർത്താവെ തിരിഞ്ഞു പോയവരാണ്. എന്നാൽ മടക്കി കൊണ്ടുവന്ന സ്നേഹത്തിനായി ഹല്ലേലൂയ, സ്തോത്രം. ഇനി ആരെങ്കിലും മടങ്ങി വരുവാനുണ്ടെങ്കിൽ പ്രാർത്ഥനയിലും ആരാധനകളിലും കർത്താവിന് കൊടുക്കുന്നതിലും ഒക്കെ മടങ്ങി വരുവാനുണ്ടെങ്കിൽ കർത്താവെ ഞാൻ സമ്മതിക്കുന്നു. എന്നെ മടക്കി ദൈവം കൊണ്ടുവരണം. ഇന്നത്തെ ഈ വിശുദ്ധ ആരാധനയിൽ ഈ സങ്കീർത്തന പ്രബോധനം എന്നെ മടക്കി കൊണ്ടുവരുന്ന ഒരു പകൽക്കാലമാക്കി മാറ്റണം. മടക്കി കൊണ്ടുവരുന്ന ഒരു പകൽക്കാലമാണ്. എന്റെ പണ്ടത്തെ ആത്മീക സന്തോഷം എനിക്ക് തരുന്നൊരു പകൽക്കാലമാക്കി പരിശുദ്ധാത്മാവ് തീർക്കുക. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഇളവനെ സമർപ്പിക്കുന്നു. ഞങ്ങളെ സഭയായി സമർപ്പിക്കുന്നു. ഞങ്ങളെ ആത്മീകത്തിലും ഭൗതികത്തിന്റെ കാര്യാദികളിലും മടക്കി എവിടെയാണ് ഞങ്ങൾ പിന്മാറ്റത്തിൽ നിൽക്കുന്നത് അതിൽ മടങ്ങി വരുവാൻ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ മടങ്ങി വരുമ്പോൾ അത് ഞങ്ങൾക്ക് സന്തോഷമായി ആനന്ദമായി മാറുവാൻ സ്വർഗം സഹായിക്കും. ഞങ്ങളെ കൈവിടാത്ത ദൈവത്തിന്റെ സ്നേഹത്തിനായി സ്തോത്രം. നിന്റെ മാറോട് ഞങ്ങളെ ചേർത്ത് നിത്യതയിൽ ഞങ്ങളെ എത്തിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ തിരുവചന പ്രബോധനങ്ങളെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സഭായോഗം പരിശുദ്ധാമ നമുക്ക് ഒരിക്കൽ കൂടി തരുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. അതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. ചില ആഴ്ചയ്ക്ക് ശേഷം പ്രിയ ദൈവജനത്തോടെ ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ആമേൻ. കഴിഞ്ഞ 2-3 ആഴ്ച ഇവിടെ മറ്റൊരു സ്ഥലത്തേക്ക് പ്രിയ നമ്മുടെ ജെറോം പാസ്റ്റർ കൂടെ കിടന്നു പോകാറുണ്ട്. ദൈവം കൃപ ചെയ്തു. അതിനുശേഷം ഇവിടെ വന്ന് ആമേൻ ഞങ്ങൾ കുടുംബമായി ചിക്കൻ ബോക്സിൻ്റെ ഒരു പനിയുടെ അസ്വസ്ഥതയെ ഞങ്ങളെ ഭാരപ്പെട്ടിരുന്നു. എന്നാൽ അതൊക്കെ ഭേദമായി കർത്താവ് വീണ്ടും നിങ്ങളോട് ദൈവജനത്തോട് ദൈവം ചേർത്ത് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ ആരാധിപ്പാനൊക്കെ ദൈവം ഒരുക്കിയ ആ വഴികളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം നമുക്ക് നല്ലവനായിരുന്നു. ദൈവം നമുക്ക് വിശ്വസ്തനായിരുന്നു. ദൈവം നമുക്ക് സംരക്ഷണമാണ്. അല്ലെങ്കിൽ അവൻ നമുക്ക് ആലംബമാണ്. സ്തോത്രം. ആമേൻ. മനുഷ്യ ജീവിതത്തിൽ ഒട്ടനവധി ക്ലേശങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്ന് കാലാവസ്ഥകൾ മാറി മറയും തോറും വരുന്നതൊക്കെ ഒന്നുണ്ടാവും. അപ്പോൾ നമുക്കുണ്ടാകുന്ന വേദനകൾക്കൊക്കെ നടുവിൽ കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കുകയും ദൈവം നമുക്ക് ബലം തരികയൊക്കെ ദൈവം ചെയ്യും. മാത്രമല്ല ദൈവത്തെ ധ്യാനിപ്പാനും പ്രാർത്ഥിപ്പാനും വചനങ്ങൾ വായിക്കാനും ഒക്കെ ഒരു അവസരമാണ്. ദൈവം ഒരുക്കുന്ന ഒരു വർക്ക്ഷോപ്പാണ് ഈ രോഗത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. സ്തോത്രം. ആമേൻ. നല്ല ഒരു വണ്ടി ഒത്തിരി നാൾ ഓടിക്കഴിഞ്ഞ് യാത്ര ചെയ്ത് ഓടി ഒരു വരുവാകുമ്പോൾ വണ്ടിക്ക് എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വരും. ഉടനെ ഒരു നല്ല ഗ്യാരേജിൽ കേട്ടു അവിടെ ഇട്ട് പണിഞ്ഞ് റെഡിയാക്കി ഇറക്കി പിന്നെയും നിരത്തിലൂടെ എന്ന് പറയുന്ന പോലെ നമുക്കൊക്കെ ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷമതകളും പ്രയാസങ്ങളും കണ്ണുനീരുകളും ദുഃഖങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വർക്ക്ഷോപ്പായി കരുതി കർത്താവിനോട് ചേർന്ന് പുതുക്കി പണിയുവാൻ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ ചിന്തകളെ, ആകൃതികളെയൊക്കെ ഒന്ന് പുതുക്കി പണിത് ദൈവത്തോട് ചേർന്ന് വസിക്കുവാൻ വേണ്ടി ഒരു അവസരമാണ് സ്വർഗത്തിലെ കർത്താവ് നമുക്ക് ചേർന്ന ഓരോ വിഷമതകളും പ്രയാസങ്ങളൊക്കെ നമ്മളെ അങ്ങനെ അതെടുക്കാവും. കർത്താവ് നമ്മളെ ശക്തിയെത്തി നമ്മളെ ബലപ്പെടുത്തും. സ്തോത്രം. വന്നപ്പോൾ ഇതിൻ്റെ അകംമൂടി ഒത്തിരി വ്യത്യാസമായി കാണുവാൻ ഒത്തിരി ഡെക്കറേഷൻ, ഇൻറ്റീരിയർ ഡെക്കറേഷനൊക്കെ ആ പ്രിയ സഹോദരങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ ചെയ്തു. പിന്നെ അതുപോലെ സീറ്റുകൾക്ക് വ്യത്യാസം വരുത്തി. അതുപോലെ ഒത്തിരി കാര്യങ്ങൾക്ക് വ്യത്യാസം വരുത്തി. പുതിയ ഒരു സഭായോഗം ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയിട്ടുണ്ട്.
അതെല്ലാം ഓർത്ത് സന്തോഷിക്കുന്നു. നമ്മളെല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറട്ടെ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രിയ ജനൻ ബ്രദറിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പിന്നാലെ നിൽക്കുന്ന പിന്നണികളെ എല്ലാ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷവും ആനന്ദവും നമ്മുടെ വളർച്ചയുടെ പാതയിലാണ് നമ്മൾ നിൽക്കുന്നത്, താഴ്ചയുടെ പാതയിലല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ദൈവം കൃപ ചെയ്യും. സ്തോത്രം. ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു കൂട്ടായ്മ പരിശുദ്ധം നമുക്ക് നൽകിയല്ലോ. നല്ല സങ്കീർത്തനത്തിൻ്റെ ഒരു ഭാഗം ദൈവം നമുക്ക് നൽകുവാനിടയായിരുന്നു. അതിൽ എന്നെ ചിന്തിപ്പിച്ചതൊരു ഭാഗമാണ് 126-ാമത്തെ സങ്കീർത്തനം. അതിൻ്റെ 5-ാം വാക്യമാണ് എന്നെ ചിന്തിപ്പിക്കാനിടയായിരുന്നു. സ്തോത്രം. കണ്ണുനീരോടെ വിധിക്കുന്നവർ ആർപ്പോടെ കൊയ്യും. അതിന് ദൈവത്തോട്ടെ കർത്താവിന് സ്തോത്രം. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. 126 5-ാം വാക്യം. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. സ്തോത്രം. മനുഷ്യനൊക്കെ വളരെ നമ്മൾ കരച്ചിൽ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഒരു വിഷയം വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും കരച്ചിലുണ്ടാകും. എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് കരച്ചിൽ, ഒരു കണ്ണുനീര്. അത് നമ്മൾ പുറത്തേക്ക് വരും. ഹൃദയത്തിൻ്റെ വേദന ഉണ്ടാകുമ്പോഴാണ് ഈ സംഭവം കണ്ണുനീര് പുറത്തോട്ട് വരുന്നത്. സ്തോത്രം. മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മൾ ആരും കരയാത്തവരില്ല. ഭൂമിയിലേക്ക് ജനിക്കുന്നത് തന്നെ കരഞ്ഞുകൊണ്ട്. പിന്നെ മനുഷ്യൻ കരച്ചിൽ തുടർന്ന് വീണ്ടും അനവധി പേരെ കരയിപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു. അതാണ് കരച്ചിലിനെ പറ്റി നമുക്ക് പൊതുവെ നമുക്കറിയാൻ കഴിയുന്നത്. ജനിക്കുന്നത് തന്നെ കരഞ്ഞുകൊണ്ടാണ് കുഞ്ഞ് ജനിക്കുന്നത്. പിന്നെ തുടർന്ന് കരച്ചില്ല, ജീവിതത്തിൽ അങ്ങോട്ട് കരച്ചില്ല. ഏതൊക്കെ വിധത്തിൽ കരയാം? സ്വന്തം കാര്യപ്രാപ്തിക്ക് വേണ്ടി, കാര്യസാധ്യത്തിന് വേണ്ടി കരയാറുണ്ട്. കൂടുതലും ആ കരച്ചിൽ വരും. വേദന വരുമ്പോൾ കരയും, ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോൾ കരയും, മറ്റുള്ളവർ നമ്മളെ പഴി പറയുമ്പോൾ നമ്മൾ കരയും, വേദനപ്പെടുമ്പോൾ, അടിക്കുമ്പോൾ, ശരീരം വേദനപ്പെടുമ്പോൾ, രോഗിയായി കിടക്കൽ ആയിരിക്കുമ്പോൾ കരയും. ഒത്തിരി തവണ നമ്മൾ മനുഷ്യർ കരയാറുണ്ട്. കരഞ്ഞ് അവസാനം ഒരു വലിയ കൂട്ടത്തെ കരയിപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് മനുഷ്യൻ മാറ്റപ്പെടുകയാണ്. സ്തോത്രം. കരച്ചിൽ നമുക്ക് അങ്ങനെയാണ് ഉപേക്ഷിക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്നു. സ്തോത്രം. ഇവിടെ വചനം പറയുന്ന കണ്ണുനീരോടെ ഒരു ഭാഗമാണ്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. സ്തോത്രം. ദൈവ സൃഷ്ടിയിൽ ഏറ്റവും നല്ല ഒരു ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. സകല സൃഷ്ടികളെക്കാളും സൃഷ്ടാവ് സൃഷ്ടിച്ച മനോഹരമായ സൃഷ്ടിയാണ്. സൃഷ്ടിയുടെ മണിമകുടം എന്ന് പറയാം മനുഷ്യൻ. സ്തോത്രം. ഏറ്റവും ടോപ്പിൽ അവസാനം വാർത്തെടുത്ത ആ മനുഷ്യനാണ്. ഏറ്റവും ദൈവത്തിന് സന്തോഷമായി, ദൈവത്തിന് ആനന്ദമായി, അതിനുശേഷം സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചു. ആനന്ദമായി ദൈവത്തെ ആരാധിപ്പാൻ മനുഷ്യനെ സൃഷ്ടിച്ചു. അതിനൊക്കെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കപ്പോഴാണ് ഇങ്ങനെ പരിശോധനയുടെ ഒരു കൊടുങ്കാറ്റ്, പരിശോധനയുടെ ഒരു നിഴൽ അവർ മേലിട്ടു. ആ പരിശോധനയിൽ മനുഷ്യൻ വീണുപോയി. പിന്നീട് തുടങ്ങുക കരച്ചിൽ. പിന്നീട് അവിടെ കരച്ചിൽ തുടങ്ങുക. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ, അനുസരണക്കേട് കാട്ടിയപ്പോൾ, അല്ലെങ്കിൽ ലംഘനക്കേട് കാട്ടിയപ്പോൾ കരച്ചിൽ പിന്നെ തുടരുകയാണ്. പിന്നെ അവിടെ തുടങ്ങും. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കായിനെ ഹാബിലിനെ. അതിനുശേഷം അവിടെ യുദ്ധം തുടങ്ങുക. ആദ്യത്തെ യുദ്ധമാണ്. ഒരുവനെ തകർത്ത് കൊല്ലുകയാണ്. അതിനുശേഷം പിന്നെ മുമ്പോട്ട് യുദ്ധങ്ങളും കരച്ചിലും കണ്ണുനീരും, മനുഷ്യന്റെ കഷ്ടത അവിടെ തുടങ്ങുകയാണ്. ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം ഒന്നെടുത്ത് വായിച്ചത്. ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 1-ാം വാക്യം. സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനുമാകുന്നു. സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനുമാണ്. സ്തോത്രം. നമുക്ക് സന്തോഷിക്കാനും ആനന്ദിക്കാനും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഉണ്ട്, നമ്മൾ ചെയ്യാറുണ്ട്. എല്ലാവർക്കും സന്തോഷമാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. എല്ലാവരും സന്തോഷമാണ് ആഗ്രഹിക്കുന്നത്. ദുഃഖത്തിന്റെയോ നെടുവീർപ്പിന്റെ കരച്ചിലിന്റെയോ ഒന്നും ആർക്കും അത്ര താല്പര്യമില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനിടയ്ക്ക് നമ്മൾ പോലും അറിയാതെ ചില കരച്ചിലിന്റെ, ചില വേദനയുടെ ഉള്ളുകൾ പിടയുന്ന ഒരു അനുഭവം. ഒട്ടനവധി ജീവിത സാഹചര്യങ്ങൾ, കഷ്ടതകൾ. ഈ പറയുന്ന മനുഷ്യൻ ഇയ്യോബാണ്. ഒരു വലിയ പ്രഭുവാണ്, ജ്ഞാനമേറിയ മനുഷ്യനാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യനാണ്, ദൈവത്തെ ഭക്തിയോടെ ആരാധിക്കുന്ന മനുഷ്യനാണ്, നേരുള്ളവനാണ്, നിഷ്കളങ്കനാണ്, ദോഷം വിട്ടകലുന്നവനാണ്. ഒത്തിരി പോസിറ്റീവ്, ഒത്തിരി നല്ല കാര്യങ്ങളുള്ള മനുഷ്യൻ. സ്തോത്രം. പറയുന്നത് ഒരു ചെറിയ ആളല്ല, പാപത്തിൽ വീണുപോയൊരു മനുഷ്യനല്ല, അല്ലെങ്കിൽ തകർച്ചയിൽ വീണുപോയൊരു ഒരുത്തനല്ല, പരാജയപ്പെട്ടവനല്ല, വിജയത്തിന്റെ കൊടുപിടിയിൽ നിൽക്കുന്ന മനുഷ്യനാണ് പറയുന്നത്. സ്തോത്രം.
ഒരു മനുഷ്യന്റെ ആകെ തുകയെ കുറിച്ചാണ് പറയുന്നത്. മനുഷ്യ അല്പായുസുള്ളവനാണ്, കഷ്ടസമ്പന്നനാണ്. അതോ സ്തോത്രം, ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു ആകെ തുകയെന്നാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. സ്തോത്രം. അതിന്റെ അനുബന്ധങ്ങളാണ് ഇപ്പോൾ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അതിനിടയ്ക്ക് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഇടയിൽ പറയുകയാണ്, കണ്ണുനീരോടെ സങ്കീർത്തനക്കാരൻ പാടുകയാണ്, കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ പോയി. ഒരു പ്രത്യാശ അതിനകത്തുണ്ട്. കണ്ണുനീരോടെ എപ്പോ വിതയ്ക്കുന്നുവോ ആർപ്പോടെ അവർക്ക് കൊയ്യാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അത് പ്രത്യാശ അതിനകത്തുണ്ട്, എന്തോ പ്രത്യേകത അതിനകത്തുണ്ട്. എന്നും നിരാശയിൽ കിടക്കുവാൻ ആ വചനത്തിനകത്ത് കാണുന്നില്ല. എന്നും നിരാശയല്ല. കണ്ണുനീരിന് ഒരു വിടുതലുണ്ട്. കണ്ണുനീരിന്റെ അകത്ത് നിന്ന് പുറത്തു വരും. എന്നും കരഞ്ഞ് നിലവിളിച്ച് കിടക്കുവാൻ ഒരുവൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ കിടക്കാൻ അവനെ അനുവദിക്കുന്നുമില്ല. അതിനകത്തൊരു പ്രത്യേക ഒരു തീരമുണ്ട്, ഒരു തുറമുഖമുണ്ട്. സ്തോത്രം. ജോലിച്ച പറഞ്ഞ പോലെ വെള്ളത്തിലാണോ അല്ലെങ്കിൽ കടലിലാണോ ജീവിതം, ജോലി. സ്തോത്രം. നാലുപാടും നോക്കുമ്പോഴും വെള്ളമാ, സമുദ്രമാ, അഗാധ ആഴിയാണ്. അങ്ങനെ ഒറ്റപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ വെള്ളത്തിൽ വീണ് 4 ദിവസം കടലിൽ കിടന്നു. പിന്നെ ഒരു കപ്പൽ വന്ന് രക്ഷിച്ചുകൊണ്ടുപോയി. അപ്പൊ അങ്ങനെ ചുറ്റുപാട് നോക്കുമ്പോൾ ഒരു തീരം കണ്ടാൽ അവന് വലിയ ആശ്വാസമായി. കാരണം ജീവിതം മടക്കി കിട്ടിയതാണ്. അതിനും പറയുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ. കരയാൻ തയ്യാറായാൽ, ദൈവത്തിനോട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രാരാബ്ധമനുസരിച്ച് നമ്മൾ കരയാൻ തയ്യാറായാൽ നമുക്ക് ആശ്വാസം സ്വർഗത്തെ കർത്താവ് നൽകിയിരിക്കും. അതിനൊരു മാറ്റമില്ല. നമുക്കത് പ്രത്യാശയുടെ നങ്കൂരമാണ്. സ്തോത്രം. കരഞ്ഞ ഭക്തന്മാരെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ആർക്ക് വേണ്ടി കരയുന്നുവോ, ആർക്ക് വേണ്ടി മധ്യസ്ഥ അണയുന്നുവോ അവരും അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം. നമ്മളെല്ലാം അനവധി പേരുടെ മധ്യസ്ഥയിലാണ് നമ്മളായിരിക്കുന്നത്. അനവധി പേരെ കരയുന്നവരുടെ മധ്യസ്ഥയിലാണ് പ്രിയപ്പെട്ടവരെ നമ്മളായിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഒന്ന് ഒരുപക്ഷെ നമുക്ക് സന്തോഷമായിരിക്കാം, പക്ഷെ നമ്മെക്കുറിച്ച് കരയുന്ന ഒത്തിരി പേരുണ്ട്, അനവധി പേരുണ്ട്. ആത്മാർത്ഥതയുള്ള കരയുന്ന നമ്മെക്കുറിച്ച് നമ്മൾ സന്തോഷിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന അനവധി മാതാപിതാക്കളുണ്ട്. നമ്മുടെ ഭവനത്തിലുള്ളവരല്ല, പുറത്തുള്ളവർ, ദൈവദാസന്മാരുണ്ട്, ആവലോടെ കരയുന്നവർ. സ്തോത്രം. അതിൻ്റെയൊക്കെ പരിണത ഫലമാണ് നമ്മൾ അനുഭവിക്കുന്ന സന്തോഷവും നമ്മൾ അനുഭവിക്കുന്ന ആശ്വാസവും. നമ്മുടെ ഒരുപക്ഷെ അതിൽ നമ്മൾ വിചാരിക്കും, നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകും നമ്മുടെ പ്രവൃത്തി കൊണ്ടായിരിക്കുന്നോ? അല്ല. ഇടയിൽ നമുക്ക് വേണ്ടി വാദിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി വാദിക്കുന്ന ഓരോരുത്തരുണ്ട്. പാപം ചെയ്ത് അല്ലെങ്കിൽ കുറ്റം ചെയ്ത് ക്രിമിനൽ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ ഇപ്പോൾ പോലീസ് പിടിച്ച് അകത്തിട്ട് കിടക്കുന്ന ഒരാൾ ജയിലിൽ കഴിയുക, അയാൾക്ക് ഇത് കിട്ടുന്നില്ല, ജാമ്യം കിട്ടുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു വക്കീലുണ്ട്. ചില നാളുകൾ കഴിയുമ്പോൾ അയാൾ പോലും അറിയാതെ ഒരു ഓർഡർ വരും, നിനക്ക് ജാമ്യം തന്നു, നിന്നെ പുറത്തു വിട്ടിരിക്കുന്നു. കോടതി വിളിച്ചു പറയും. അവർക്ക് വേണ്ടി ഒരു വക്കീൽ, ഒരു അഡ്വക്കേറ്റ്, ഒരു ബാരിസ്റ്റർ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുക, പ്രയത്നിക്കുക. അവർ യാത്ര ചെയ്യുന്നു, പണമിടപാട് നടത്തുന്നു, മറ്റൊത്തിരി ബെയിലിന്റെ അല്ലെങ്കിൽ ജാമ്യത്തിന്റെ കാര്യങ്ങൾ അവർ ചെയ്തെടുക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്തെടുക്കുന്നു. ഒരാൾ അകത്ത് കിടക്കുകയാണ്, ജയിലിൽ കഴിയുകയാണ്, പുറത്ത് അദ്ദേഹത്തിന് വേണ്ടി ഇടപെടുന്ന ഒട്ടനവധി പേര്. സ്തോത്രം. അതിന്റെ പരിണത ഫലമാണ് ഒരു ദിവസം അദ്ദേഹത്തിന്റെ കാതിൽ വന്നെത്തുന്നു, ജാമ്യം തരുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തു പോകുന്നു, അതിൽ നിന്ന് ശിക്ഷാവിധിയിൽ നിന്ന് മോചനം പ്രാപിക്കുക. എന്താ? ഒരു മധ്യസ്ഥകാരൻ. ഹല്ലേലൂയ. ഒരു വക്കീൽ അദ്ദേഹത്തിനോട് വാദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് നിൽക്കുന്ന, നമ്മുടെ പ്രവൃത്തിക്ക് ഒത്തവണ്ണം നമുക്ക് പകരം നമുക്ക് നൽകാതെ വണ്ണം, നീതിക്ക് നീതിയോടെ ചെയ്യാതെ വണ്ണം നമ്മോട് കരുണ കാട്ടി, കൃപ കാട്ടി. നീതിക്ക് നീതി എന്ന് പറയുന്ന മരണമാണ്. നീതിക്ക് എന്ന് പറഞ്ഞ പല്ലിന് പല്ലാണ്, ശിക്ഷയ്ക്ക് ശിക്ഷാവിധിയാണ്. പക്ഷെ നീതിക്ക് നീതി ചെയ്യാതെ വണ്ണം നീതിയോടെ സ്തോത്രം മഹലിൽ കരുണ കാണിച്ച്, നീതിയുടെ മേൽ കരുണ കാണിച്ച്, കൃപ തോന്നി, ക്ഷമ ചെയ്ത് നമ്മൾക്ക് വേണ്ടി വിടുവിക്കുന്ന ഒരു കർത്താവ് ഇന്നും സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ആ കർത്താവിനെ അല്പ നിമിഷം നമുക്ക് സ്തുതിക്കാം.
അല്പ നിമിഷം നമുക്ക് ആ കർത്താവിനെ സ്തോത്രം ചെയ്യാം. നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ച്, നമ്മുടെ സംസാരത്തിനനുസരിച്ച്, നമ്മുടെ ഇടപാടുകൾക്കനുസരിച്ച് നമ്മോട് ചെയ്യാതെ വേണ്ട ആയുസ്സും ആരോഗ്യം നൽകി അവൻ സുഖത്തോടെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്ന ഒരു സർവശക്തൻ ജീവിക്കുന്നു. അവൻ പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അവൻ പരിശുദ്ധനാണ്. സകല കഷ്ടങ്ങളും ഈ ഭൂമിയിൽ വെച്ച് അനുഭവിച്ചു തീർന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അനുഭവിക്കുന്ന കഥ ഒന്നുമല്ല, അതിനേക്കാൾ അപ്പുറമായി വ്യഥ അനുഭവിച്ച് ഹല്ലേലൂയ അവസാന തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഒഴുക്കി തന്ന് ഹല്ലേലൂയ നമ്മെ വിടുവിച്ച നമ്മുടെ പ്രാണപ്രിയൻ, നമ്മെ നാം സ്നേഹിക്കുന്നതിനപ്പുറമായി ജീവൻ തന്ന് അവസാനത്തോളം നമ്മെ സ്നേഹിച്ച ഒരു സർവശക്തൻ നമുക്ക് വേണ്ടിയുണ്ട്. ആ കർത്താവ് നമുക്ക് വേണ്ടി ഇന്ന് ജീവിക്കുന്നു. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? നമ്മളെ ഒരു പെർഫെക്റ്റ് മനുഷ്യനാക്കാൻ, നമ്മളെ ഒരു പൂർണ്ണ മനുഷ്യനാക്കാൻ, നമ്മളെ ഒരു പ്രാപ്തിയുള്ളവനാക്കി തീർക്കാൻ വേണ്ടിയാണ് കർത്താവ് ഇതൊക്കെ നമുക്ക് വേണ്ടി ചെയ്യുന്നത്. സ്തോത്രം. നമുക്ക് വായിക്കാമല്ലോ യെശയ്യാവിന്റെ പുസ്തകം അതിന്റെ 51 അധ്യായം അതിന്റെ 11 വാക്യം വായിച്ചു. യഹോവയുടെ വിമുക്തന്മാർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങി വരും. നിത്യാനന്ദം അവരുടെ തലയിൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും ഞരക്കവും ഓടിപ്പോകും. പ്രൈസ് ദി ലോർഡ്. തന്റെ മക്കൾക്ക് വേണ്ടിയുള്ള വാഗ്ദത്തമാണ് സ്തോത്രം. യഹോവയുടെ വിമുക്തന്മാർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങി വരും. നിത്യാനന്ദം അവരുടെ തലയിൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും ഞരക്കവും ഓടിപ്പോകും. സ്തോത്രം. എത്ര ആശ്വസിപ്പിക്കുന്ന, എത്ര സാന്ത്വനപ്പെടുന്ന, എത്ര ആനന്ദം നമുക്ക് വേണ്ടി പകർന്നു തരുന്ന സർവശക്തന്റെ വാഗ്ദത്തത്തിന്റെ വചനമാണത്. സ്തോത്രം. അത് പിന്നത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 21 അധ്യായം 4 വാക്യം കൂടെ. വെളിപ്പാട് 21:4. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റി. വാഗ്ദത്തമാണ്, നിവർത്തിക്കപ്പെടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഒട്ടനവധി വിഷയങ്ങളിൽ കൂടെ കടന്നു വന്ന് പ്രയാസങ്ങൾ നമ്മുടെ ജീവിതമായിട്ട് ഒരുപക്ഷെ മരണത്തോട് മുഖാമുഖം നമ്മൾ കണ്ടവരാണ് പലതവണ. ഹല്ലേലൂയ. ഒട്ടനവധി നിരന്തരം നമ്മൾ പത്രത്തിൽ, മനോരമ പത്രത്തിലാകട്ടെ, മാതൃഭൂമി പത്രത്തിലാകട്ടെ, ദിനം പ്രതി നമ്മൾ കാണുന്നത് ഏകദേശം ഒരു 10-60 പേര്. നമ്മൾ പത്രത്തിൽ കാണുന്ന പരസ്യമേ ഉള്ളൂ. അത്രയും പേരുടെ ഫോട്ടോ കാണും. 10-60 പേരുടെ ചരമ കോളത്തിൽ നിര്യാതനായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ആ പേജിൽ അഡീഷണൽ കൂടാതെ വേറെ ഫോട്ടോകളും, അല്ലെങ്കിൽ ഫോട്ടോ കൂടാതെ തന്നെ ചിലർ ഫോട്ടോ കൊടുക്കത്തില്ല. അങ്ങനെ അതിൽ ഏറെ പേരുണ്ട്. ഒരു പക്ഷേ 60 പുറത്ത് കാണും, 70, 85 ഒക്കെ കാണും. പോട്ടെ, നമ്മൾ ഓരോ ദിവസവും നമ്മൾ കാണുന്ന വാർത്തയാണ്. ഒരു പ്രായത്തിലുള്ളവർ കൂടാതെ പിന്നെ ചെറുപ്പക്കാര്, വാഹനാപകടം എന്ന് വേണ്ട ദുരന്തങ്ങൾ, കൊച്ചുകുട്ടികൾ. സ്തോത്രം. നിരന്തരം കാണുന്ന ഒരു വേദനാജനകമായ ഒരു വാർത്തയാണ് നമ്മൾ കാണുന്നത്. എടുക്കപ്പോഴേ നോക്കുന്ന പേജ്, ആദ്യം എടുക്കുന്ന പേജ് ഒരുമാതിരിപ്പെട്ട ഒരു പ്രായമുള്ളവരൊക്കെ ആദ്യം എടുക്കുന്ന പേജ് സ്തോത്രം ആ ചർമ്മക്കോളമാണ്. സ്തോത്രം. അത് നോക്കും. നമ്മുടെ ദേശത്തിൽ ആരെങ്കിലും ഉണ്ടോ, ബന്ധുക്കളിൽ ആരെങ്കിലും ഉണ്ടോ, ചർച്ചകളിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കുക. പരതും. സ്തോത്രം. ആദ്യം അതാണ് കാണുന്നത്. നോക്കുക. മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരു ചിത്രമാണ്. ഈ ലോകത്തിൽ നമ്മളെ വളരെ പ്രതീക്ഷയോടും വളരെ പ്രത്യാശയോടും ഒക്കെ നമ്മുടെ ഭൂമിയിലേക്ക് നമ്മൾ ജനിച്ചു വീഴുന്ന മനുഷ്യൻ പിന്നെ നമുക്ക് പെട്ടെന്ന് നമ്മൾ നോക്കിയെടുക്കുന്നത് എങ്ങനെ നന്നാകണം, എങ്ങനെ അനുഗ്രഹിക്കപ്പെടണം, എങ്ങനെ നന്നായി എങ്ങനെ ഡെവലപ്പ് പ്രാപിക്കണം, എങ്ങനെ പുരോഗതി പ്രാപിക്കണം, എങ്ങനെ ജീവിതത്തിൽ വളർച്ച പ്രാപിക്കണം, നന്നായി വരണം. ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടതും എടുക്കേണ്ടത്. പക്ഷെ നമ്മളിപ്പോൾ കാലം മാറിയപ്പോൾ മനുഷ്യൻ ആദ്യം അന്വേഷിക്കുന്നത് ചരമകോളമാണ്. പ്രതീക്ഷയോടെ ദൈവം നമ്മളെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ ചരമകോളത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ പോവുകയാണ്. സ്തോത്രം. എവിടെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ, എവിടെ എത്തി നിൽക്കുന്നു സംഭവങ്ങൾ. സ്തോത്രം. ഇത് വല്ലാത്ത ലോകമാണ്, വല്ലാത്ത കാലമാണ്. സ്തോത്രം. അതിന് നടുവിൽ സ്തോത്രം പ്രത്യാശയുള്ള പ്രത്യാശ നമ്മുടെ ഉള്ളത്തിൽ പകർന്ന്, ഹല്ലേലൂയ, പ്രതീക്ഷ നമ്മുടെ ഉള്ളത്തിൽ പകർന്ന്, ആത്മവിശ്വാസം നമ്മുടെ ഉള്ളത്തിൽ പകർന്ന് നമുക്ക് വേണ്ടി ഒരുവനുണ്ട്. സ്തോത്രം. മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരുവൻ നമുക്ക് വേണ്ടിയുണ്ട്. നാശത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരുവൻ നമുക്ക് വേണ്ടിയുണ്ട്. നിശ്ചയമായും ഹല്ലേലൂയ. സ്തോത്രം. എന്നേക്കും ജീവിക്കുവാനാണ്, എന്നേക്കും നിത്യത്തിലേക്ക്, എന്നേക്കും നിത്യജീവൻ നൽകി നിത്യത്തിലേക്ക് കൊണ്ടുപോകാനാണ് സർവശക്തൻ ഹല്ലേലൂയ നമുക്ക് വേണ്ടി ആയുസ്സിനെ നൽകിയത്, നമുക്ക് വേണ്ടി ജീവൻ നൽകിയത്. ആ ദൈവത്തെ കാണാനും, ആ ദൈവത്തെ കണ്ടെത്തുവാനും, ആ ദൈവത്തെ പരിചയപ്പെടാനും, ആ ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതവും
സർവവും കർത്താവിന് വേണ്ടി അർപ്പിച്ച് ജീവിക്കുന്ന ഹാലലൂയ പ്രത്യാശയുള്ള ദൈവമക്കൾക്കായി സ്തോത്രം. നമ്മൾ ഭാഗ്യമുള്ളവരാണ്. നമ്മൾ ക്രിസ്തു യേശുവിനാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമ്മൾ ഭാഗ്യമേറിയവരാണ്. സ്തോത്രം. ഈ ലോകത്തിന്റെ സ്തോത്രം ലോകഗതിക്കാരെ പോലെ അല്ലെങ്കിൽ സ്തോത്ര പ്രത്യാശയില്ലാത്ത ലോകജാതികളെ പോലെ ആയിരിക്കുവാൻ ഇടയാകാതെ വണ്ണം ഹാലലൂയ പ്രതീക്ഷയും പ്രത്യാശയും നൽകി നമ്മെ നിത്യത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് വേണ്ടി നല്ല വചനങ്ങളും ആശ്വാസങ്ങളും നൽകി നമ്മെ സ്തോത്രം ഒരു തീരത്തെത്തിച്ച ഒരു സർവശക്തൻ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. സ്തോത്രം. ഹാലലൂയ നമ്മെ നോക്കി പാർത്തിരിക്കുന്ന നമ്മെ നോക്കി നമ്മുടെ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട ജീവിതം കാണുവാൻ, നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥന ജീവിതം കാണുവാൻ, നമ്മളുടെ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ജീവിതം കാണുവാൻ, നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട മഹത്വമേറിയ നല്ല സ്തോത്ര അളവിൽ ഒരു പെർഫെക്റ്റ് അല്ലെങ്കിൽ ഒരു സമ്പൂർണതയുള്ള ക്രിസ്തു യേശുവിൽ സമ്പൂർണതയുള്ള മനുഷ്യനെ കാണുവാൻ സ്വർഗ്ഗം നമ്മളെ ആഗ്രഹിക്കുകയാണ്. പക്ഷേ സ്തോത്രം ഒട്ടനവധി വിഷയങ്ങളാകട്ടെ അതിലേക്ക് നട്ടം തിരിപ്പിച്ച് കാറ്റുകൾ അടുപ്പിച്ച് ഒട്ടനവധി ലോക വിഷയങ്ങൾ നമ്മുടെ അകത്ത് കൊണ്ടുവന്ന് ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇട്ട് നമ്മളെ ഈ പ്രത്യാശയെ നമ്മൾ വലിച്ചു മാറ്റുന്ന ഒരു സംഭവം ലോകത്ത് നടക്കുന്നുണ്ട്. ആമേൻ. ഓരോ ആഴ്ചയിലെ കോട്ടേജ് മീറ്റിംഗ്, ഓരോ ആഴ്ചയിലെ പ്രാർത്ഥന, ഓരോ ആഴ്ചയിലെ സഭാരാധന നമുക്ക് നൽകുന്നത് നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. സ്തോത്രം. അതിലൊരു മലിനതയുള്ള സമുദ്രമാണ് ഈ ലോക സമുദ്രം എന്ന് പറയുന്നത്. മലിനതയാണ്. അതിന് നടുവിൽ ഓരോ ആഴ്ചയും ഓരോ പ്രാർത്ഥന, ഓരോ വൈകിട്ടുള്ള ഓരോ സെക്ഷനുകൾ, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന, ഭവനത്തിലുള്ള പ്രാർത്ഥന, നമ്മുടെ സഭയിലുള്ള പ്രാർത്ഥന, കോട്ടേജ് മീറ്റിങ്ങുകൾ, കൺവെൻഷനുകൾ, സെമിനാറുകൾ, ഇതൊക്കെ നമ്മളെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മളെ ഒന്നുകൂടി സമ്പൂർണതയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാ. ഒന്നുകൂടി ആത്മാവ് നമ്മുടെ അകത്ത് കയറി പരിശുദ്ധമാവ് നമ്മുടെ ഉള്ളിൽ വന്നിട്ട് നമ്മളെ ഒന്നുകൂടി മെയിൻറ്റെയിൻ ചെയ്തെടുക്കുകയാണ്, കഴുകി ശുദ്ധീകരിക്കുക. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? അതെ, കർത്താവായിരുന്നതുപോലെ നമ്മെ ആക്കി തീർക്കേണ്ടതിനാ. നമ്മുടെ ജോലി മേഖലയിലായാലും യാത്രയിലായാലും യേശു ക്രിസ്തു നടന്നത് എങ്ങനെയോ അതുപോലെ നടക്കേണ്ടുന്നതിന് അനവധി പേരോട് കരുണ കാണിക്കേണ്ടതിനായി, അനവധി പേരോട് സ്നേഹവായ്പ കാണിക്കേണ്ടതിനായി, അനവധി പേർക്ക് നന്മ ചെയ്യേണ്ടതിനായി, അനവധി പേരോട് യേശുവിനെ പ്രസംഗിക്കേണ്ടതിന് വേണ്ടി, അനവധി പേരോട് ഹല്ലേലൂയ ജീവജലത്തിന്റെ ഉറവയെ കുറിച്ച് വിളിച്ചു പറയുന്നതിന് വേണ്ടി ഹല്ലേലൂയ നമ്മെ ദൈവമാക്കി വെച്ചിരിക്കുകയാണ്. ക്രിസ്തുവിന്റെ അംബാസിഡർമാരായി അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ സ്ഥാനാവധികളായി സ്വർഗ്ഗം നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഒരു നാളിൽ നമ്മൾ കരഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കരയേണ്ടത് മറ്റൊന്നിനെ കുറിച്ചുമല്ല, ആത്മാക്കളെ കുറിച്ച് കരയണം, സഹോദരങ്ങളെ കുറിച്ച് കരയണം, ലോകത്തെ കുറിച്ച് കരയണം. അനവധി പേർ ദൈവരാജ്യത്തിൽ ആഘാതപ്പെടുന്നതിന് വേണ്ടി കരയാൻ തയ്യാറായാൽ അങ്ങനെയുള്ളവരെ കർത്താവ് വിളിക്കുന്ന വചനത്തിലുള്ള വിളിക്കുന്ന പേരാണ് ഉത്തമ പുരുഷൻ. ഉത്തമന്മാർ, ഉത്തമ പുരുഷൻ. സ്തോത്രം. അത് ദൈവം നമ്മളെ കുറിച്ച് ഹല്ലേലൂയ സ്തോത്രം അങ്ങനെയുള്ള ഒരു വ്യക്തിയായി കാണാൻ സ്വർഗ്ഗം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി കർത്താവ് യേശു ഒരിക്കൽ ഒരു കരഞ്ഞ ഒരു ഭാഗമുണ്ട്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാമത്തെ വാക്യം വേഗത്തിൽ വായിക്കാം. അതിന്റെ ഇംഗ്ലീഷ് കൂടെ ഒന്ന് വായിച്ചാലും സഹായിക്കാം. ആദ്യം മലയാളം വായിച്ചു. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അതിന്റെ 37 മാത്രം ഇംഗ്ലീഷിൽ ഒരാൾ വായിക്കും. നമുക്ക് ഇംഗ്ലീഷ് സെഷൻ തുടങ്ങിയല്ലോ, അപ്പം നമുക്ക് കാര്യങ്ങൾ വായിച്ചേട്ടെ. ഇംഗ്ലീഷ് പുസ്തകം കൊണ്ടൊന്ന് വായിച്ചേ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളെ യേശു നിന്നുകൊണ്ട്, ആ വാക്കൊന്ന് ഇംഗ്ലീഷിൽ. On the last day of the feast, the great day, Jesus stood up and cried out. Jesus stood up and cried. മലയാളത്തിൽ അത് വായിക്കുന്നത് ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് എന്ന പദം മാത്രമേ ഉള്ളൂ. നിന്നുകൊണ്ട്. അപ്പം യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്ന ഏവരുമേ എന്നുള്ള പ്രയോഗം. പക്ഷെ അതിന്റെ ഇംഗ്ലീഷ് വായിക്കുമ്പോഴാണ് നിന്നിട്ട് യേശു കരഞ്ഞു. stood up and cried. കരയുക. എന്താ കരഞ്ഞിട്ട് പറയുന്നത് എന്താണെന്ന് അറിയാമോ? സ്തോത്രം. നിന്നിട്ട് കരഞ്ഞിട്ട് പറയുകയാണ്, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ. കരഞ്ഞിട്ട് കരയേണ്ട പദമുണ്ട്. യേശു എന്തിനാ കരയുന്ന ആ വിഷയം പറഞ്ഞപ്പോൾ യേശു കരയേണ്ടതിന്റെ ആവശ്യകത എന്താ? യേശു കരഞ്ഞു. ദാഹിക്കുന്നവനെല്ലാം വന്നു കുടിക്കണം. ഹല്ലേലൂയ. ഭാവിയിൽ വെളിപ്പെടാൻ പോകുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കുറിച്ചാണ് പറയുന്നത്.
പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ കുറിച്ചാണ് പറഞ്ഞത്. ദൈവത്തിന്റെ ആത്മാവ് പ്രാപിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആമേൻ. നിന്നോട് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ക്രൈഡ് ഔട്ട്, നമ്മൾ കരയുക, നിലവിളിക്കുകയാണ്. സ്തോത്രം. അതിന്റെ പരിശുദ്ധമാവ് അതിന്റെ ആമേൻ സ്തോത്രം, അതിന്റെ പ്രയോജനം, പരിശുദ്ധമായ ആവശ്യകത എത്രമാത്രം വലിയതാണെന്ന് യേശുവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. യേശുവിന് അറിയാമത് എന്താണ്. അവൻ ഒരുവനെ ആത്മാവിനെ പ്രാപിച്ചില്ല എങ്കിൽ ഉണ്ടാകുന്ന ദോഷം യേശുവിന് നന്നായിട്ട് അറിയാമായിരുന്നു. ആമേൻ സ്തോത്രം. അതുകൊണ്ടാണ് ആ വേദനപ്പെട്ട് കരയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവൻ യേശു അവിടെ നിന്ന് കരഞ്ഞ് നിലവിളിച്ചത് നമ്മെ ഓരോരുത്തർക്കും വേണ്ടിയാ, ഈ ആത്മാവിനെ പ്രാപിക്കാൻ വേണ്ടിയാ. ഈ പരിശുദ്ധാത്മാവിനെ നാം പ്രാപിച്ചില്ലെങ്കിൽ അത്രമാത്രം ഗൗരവമാണ് വിഷയം നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിച്ചില്ലെങ്കിൽ, അതിനെ അനുസരിച്ചില്ലെങ്കിൽ, അത് പ്രാപിക്കാൻ നമുക്ക് മനസ്സ് വന്നില്ലെങ്കിൽ അവൻ അത്രമാത്രം വലിയ ഗൗരവമുള്ള വിഷയമാണ്. വലിയ ഗൗരവമാണ് അതിനകത്ത് ദൈവാത്മാവ് കാണുന്നത്, പരിശുദ്ധാത്മാവ് കാണുന്നത്. അതിനെ നമ്മൾ പ്രാപിച്ചില്ലെങ്കിൽ അത് ചെറിയ കാര്യമല്ല, അത് ജീവിതത്തിൽ ഏറ്റവും വലിയ ഗൗരവമാണ്. ഒരു ജീവിതത്തിൽ ജോലി കിട്ടുന്നതല്ല വലിയത്, സുഖമായി ജീവിക്കുന്നതല്ല വലിയത്, കോടിപതിയായി ജീവിക്കുന്നതല്ല വലിയത്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത്ര ഏറ്റവും വലിയത്. അതിനുവേണ്ടിയാണ് യേശു നിന്നോട് കരഞ്ഞു. അത് യേശു നിന്നുകൊണ്ട് കുടിക്കട്ടെ. വന്ന് കുടിക്കണം, കുടിച്ചേ മതിയാകൂ. ഇല്ലെങ്കിൽ മുൻപോട്ട് ഒരു നിമിഷം ജീവിക്കാൻ കഴിയുകയില്ല. ഏത് നിമിഷവും നിന്റെ മരണം നിന്റെ മുൻപിലാണ്, നിത്യനാശം നിന്റെ മുൻപിലാണ്. അതുകൊണ്ട് കർത്താവ് വേദനപ്പെട്ട് നിന്ന് കരയുകയാണ്. വന്ന് കുടിക്കട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ദാഹിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഓരോ ദൈവജനമേ, നമ്മുടെ ഓരോ ആരാധനയും ഓരോ പ്രാർത്ഥനയും സ്തോത്രം പരിശുദ്ധവനെ പ്രാപിക്കുക, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക. അതിനപ്പുറമൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല, അതിനപ്പുറമൊന്നും സ്വർഗം ആഗ്രഹിക്കുന്നില്ല. ഈ ലോകത്ത് നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക. അതോടുകൂടെ ഹല്ലേലൂയ, അതോടുകൂടെ സ്വന്തം പുത്രനെ ആദരിക്കാൻ നമുക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ആദരിക്കാതെ അവൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, അവനോടുകൂടെ യേശുവിനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? യേശുവിന്റെ ആത്മാവിനെ പ്രാപിച്ച് വിശുദ്ധമായ ജീവൻ നയിക്കുന്നവർക്ക് വേണ്ടി ഈ ഭൂമിയിൽ ആവശ്യമുള്ളത് എന്താ? സ്വർഗം. അത് നമുക്ക് നൽകാതിരിക്കുമോ? സ്വർഗം നിശ്ചയമായി അവൻ നൽകിയിരിക്കും. ഹല്ലേലൂയ. അതിന് വേറെ ഒരു തർക്കത്തിന്റെ വിഷയമില്ല. സ്വർഗം നമുക്ക് വേണ്ടി കരുതും. അതിനുവേണ്ടി നമ്മൾ പ്രാഥമികമായി നമ്മൾ ചെയ്യേണ്ടതെന്ന് മാത്രമാണ് അഭിഷേകം പ്രാപിക്കുക, അഭിഷേകത്തെ അനുസരിക്കുക, യേശുവിനെ അനുസരിക്കുക, ആത്മാവിനെ അനുസരിക്കുക, നമ്മെ തന്നെ ജീവിതത്തെ പണിതെടുക്കുക. അതോടുകൂടി നമുക്ക് വേണ്ടി എല്ലാം സ്വർഗത്തിലെ കർത്താവ് നമുക്ക് വേണ്ടി നൽകും. ഇതാണ് നമ്മെ കുറിച്ച് സ്വർഗമാക്കി. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് നമ്മളെ അധികമായി ശക്തീകരിക്കട്ടെ, നമ്മളെ അധികമായി ബലപ്പെടുത്തട്ടെ എന്ന ദൈവസന്നിധി പ്രബോധിപ്പിച്ചുകൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.